പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളെ, ജൈവ സംരംഭകത്വം എന്ന വളരെ പ്രസക്തമായ ഒരു പ്രമേയത്തിലാണ് ഇവിടെ ചർച്ച നടക്കാൻ പോകുന്നത്. ഒരു ജൈവ സംരംഭകനെ മുന്നോട്ട് നയിക്കുന്ന ഊർജം ഈ വാചകമാവും ആകണം എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. ഒരു ജൈവ നേന്ത്രക്കുല ഞാൻ പലപ്പോഴും വീട്ടിൽ ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് വഴിയിൽ വെച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഞാനത് കൊടുക്കാറാണ് പതിവ്. കാരണം വിഷമില്ലാത്ത ഭക്ഷണം എനിക്കും കുടുംബത്തിനും കഴിക്കണം എന്ന ബോധ്യത്തോടൊപ്പം അത് ചോദിക്കുമ്പോൾ കൊടുക്കാതിരുന്നാൽ ഞാൻ കാണിക്കുന്ന സ്വാർത്ഥത ആ പച്ചക്കറിയിൽ ഉള്ള വിഷത്തേക്കാൾ അധികം എന്നെ നശിപ്പിക്കും എന്ന ബോധ്യമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ജൈവകൃഷി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രോ ബാഗിലോ മറ്റോ കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വിജയിക്കൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും പലപ്പോഴും പറയുകയും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അത് നേരെ തിരിച്ചാണ് എന്നുള്ളതാണ്. ഗ്രോ ബാഗിൽ ചെയ്യുന്നത് ജൈവ വളകൃഷിയാണ്. ജൈവകൃഷി എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയിലെ നിയമങ്ങളെ, എക്കോളജിയുടെ അടിസ്ഥാന നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, വാട്ടർ സൈക്കിൾ തുടങ്ങി പ്രകൃതിയുടെ ചാക്രിക നിയമങ്ങളെ പ്രാവർത്തികമാക്കി അവിടെ ജൈവ വൈവിധ്യത്തിൻ്റെയും അതേപോലെ സൂക്ഷ്മ സസ്യ വൈവിധ്യങ്ങളുടെ വലിയൊരു ശൃംഖല തീർത്ത് സ്വാഭാവികമായി കീടനിയന്ത്രണങ്ങളും അതുപോലെ ഉൽപ്പാദനവും വർദ്ധിപ്പിച്ച് ചെയ്യുന്ന കൃഷിയാണ് ജൈവകൃഷി എങ്കിൽ അത് ചെയ്യേണ്ടത് ഗ്രോ ബാഗിലല്ല, വലിയൊരു ക്യാൻവാസിലാണ് എന്നാണ് എൻ്റെ ബോധ്യം. സ്വാഭാവികമായും അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ അതിന് കൃത്യമായ വില കിട്ടിയെങ്കിൽ മാത്രമേ ഒരു കർഷകന് മുന്നോട്ട് പോവാൻ സാധ്യമാവൂ. അതുകൊണ്ട് തന്നെ ജൈവ സംരംഭകത്വം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണുകയും അതിന് വേണ്ട ഒരു മണ്ണൊരുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ജൈവകൃഷി എന്നുള്ളത് ഒരു ഉട്ടോപ്യൻ ആശയമായി അവശേഷിക്കും എന്ന ബോധ്യത്തിൽ നിന്നാണ് ജൈവകൃഷി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ജൈവ വിപണനവും കൂടി തുടങ്ങിക്കൊണ്ടാണ് കൃഷിരംഗത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏകദേശം 10 വർഷത്തോളമായി കൃഷിയും അതുപോലെ വിപണനവും കൊണ്ടുവന്ന സമയത്ത് ബോധ്യപ്പെട്ട ചില കാര്യം, ഒന്ന്, നമുക്ക് വിജയകരമായി ജൈവകൃഷി ചെയ്യാൻ കഴിയും. ചില കാലാവസ്ഥ സമയങ്ങളിൽ പ്രയാസമുണ്ടെങ്കിൽ കൂടി അതോടൊപ്പം അത് നല്ല വിലക്ക് വിൽക്കാനും ഇന്ന് ആധുനികമായ ടെക്നോളജിയും അതേപോലെ നമ്മുടെ ആധുനിക സോഷ്യൽ മീഡിയ പോലുള്ള സംരംഭങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി ആളുകളിലേക്ക് എത്തിക്കാനും അത് വിജയിപ്പിക്കാനും കഴിയും എന്ന ബോധ്യത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന രണ്ടാളുകൾ, ഒന്ന് എലമെൻസ് ഇന്ത്യ എന്ന കേരളത്തിൽ ഒരു പക്ഷേ ആദ്യമായി അവരായിരിക്കും ഈ വിപണന രംഗത്ത്, ജൈവ വിപണന രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ ഒരു ടീം. ഫെയർ ട്രേഡ് അലയൻസ് കേരള എന്ന ഒരു സംഘമുണ്ടാക്കി അതിൻ്റെ കീഴിൽ കർഷകരെ കോർത്തിണക്കിക്കൊണ്ട് കേരളത്തിൽ വലിയ രീതിയിൽ നമുക്കറിയാവുന്ന പാഠഭേദം മാസികയുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന ആളാണ് ടോമി മാത്യു. എലമെൻസ് ഓർഗാനിക് എന്ന സ്ഥാപനത്തിൻ്റെ
പ്രധാന പ്രവർത്തകരാണ്. അദ്ദേഹമാണ് ഇതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് ബയോബേസിക് എന്നറിയപ്പെടുന്ന കോയമ്പത്തൂർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശ്രീദേവി ലക്ഷ്മിക്കുട്ടി എന്ന ആണ്. അവർ അഗ്രോ എക്കോളജി ഫണ്ട് എന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മുടെ ഒഫായുടെ സമ്മേളനത്തിലൊക്കെ വലിയ രീതിയിൽ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അവരെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ പ്രവർത്തകനായിട്ടുള്ള സജീവമായിട്ട് ജൈവ കർഷക സമിതിയുടെ പ്രവർത്തകനായിട്ടുള്ള ടി.എ. ബിജു അവറുകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ പ്രിയ കർഷക സുഹൃത്തുക്കൾക്കും മറ്റ് നാട്ടുകാർക്കും എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കേരള ജൈവ കർഷക സമിതിയുടെ ഒരു ആശയം അത് ഭക്ഷണവും ആരോഗ്യവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ്. അതിലൂടെയാണ് കൃഷിയിലേക്ക് കടക്കുന്നത്. ഒരു താത്വികമായിട്ടുള്ള ജൈവ കൃഷി രംഗത്തിൽ നിന്ന് പ്രായോഗികതയിലേക്ക് നമ്മൾ കടക്കുന്നത്, അതും തന്നെ പ്രായോഗികമായിട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ കുറേ കൂടി വരാൻ തുടങ്ങിയ ഈ അടുത്ത കാലത്താണ്. അപ്പോഴാണ് അതിൻ്റെ പ്രതിസന്ധികൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, കഴിക്കുക, നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുക, അത് നമ്മളെ സംബന്ധിച്ചോളം ഓക്കെയാണ്. പക്ഷേ അതേസമയം കൃഷി നിലനിൽക്കണമെങ്കിൽ, ഈ പറയുന്ന വൈവിധ്യം നിലനിൽക്കണമെങ്കിൽ, ഈ പറയുന്ന ഇലക്കറികളും താളും തകരയും തഴുതാമയും എല്ലാം നിലനിൽക്കണമെങ്കിൽ ഇവിടെ കൃഷി ഉണ്ടായേ പറ്റുള്ളൂ, കർഷകരുണ്ടായേ പറ്റുള്ളൂ. അങ്ങനെ കർഷകരുണ്ടാകണമെങ്കിൽ അതിന് വിപണി വേണം. ഇന്ന് ലോകം മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ ജൈവ വിപണിയുമായി ബന്ധപ്പെട്ടാണ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ മൂവ്മെൻറ്റ്. നമ്മളിതെല്ലാം പറയുമ്പോഴും ഈ ഒരു പരിസ്ഥിതി സംരക്ഷിക്കണമെങ്കിൽ ഇവിടെ വിപണി മാത്രമാണ് അതിന് ഏറ്റവും കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് വിപണിയാണ്. ആ വിപണിയിൽ നമ്മൾ ഇടപെടുന്നില്ലെങ്കിൽ നമുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് വികസിക്കാൻ പറ്റില്ല. പരിധിക്കപ്പുറം ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോവില്ല. അപ്പോൾ അങ്ങനെ ആ വിപണിയെ അതിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു വിപണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് അതിനു വേണ്ടി പ്രയത്നിച്ച എലമെൻറ്റ്സ് ഓർഗാനിക് ഫെയർ ട്രേഡ് അലയൻസ് കേരള എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി. അതായത് കർഷകർക്ക് നീതിപൂർവമായിട്ടുള്ളൊരു വില കിട്ടണം, എന്നാൽ മാത്രമേ കൃഷി നിലക്കൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ആ പ്രസ്ഥാനം ഇന്നും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും തോന്നും, നമ്മൾ ആചാര്യന്മാരെയൊക്കെ നമ്മൾ പലപ്പോഴും കൊണ്ടാടുന്നത് അവർ പറയുന്ന ആശയങ്ങളെയും അതുപോലെ തന്നെ അവർ പറയുന്ന തത്വങ്ങളെയും ഉൾക്കൊണ്ടിട്ടായിരിക്കും. പക്ഷെ പ്രായോഗിക തലത്തിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും ആചാര്യന്മാരായിട്ട് കാണില്ല. അവരെ നമ്മൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഇതിനെ പ്രായോഗികമായിട്ട് നിലനിർത്തുന്ന തരത്തിൽ അതിനെ സഹായിക്കുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഒരാളും കൂടിയാണ് ശ്രീ ടോമി മാത്യു. നമ്മളുടെ കേരള ജൈവ കർഷക സമിതി ഒരിക്കലും മറക്കാത്ത കടപ്പാട് ഒരേ ഭൂമി ഒരേ ജീവന് അദ്ദേഹത്തോടുണ്ട്. അത് എല്ലാ കാലത്തും നമ്മൾ ആ പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം നമ്മളെ കൂടെയുണ്ട്. അതും കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് രണ്ടുപേരും. അതുപോലെ തന്നെ കേരളത്തിൽ ഇങ്ങനൊരു സംരംഭം അത് തുടങ്ങുന്നത് അതിൻ്റെ പ്രതിസന്ധികൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമായിരിക്കും. മറ്റൊന്ന് ശ്രീദേവി ലക്ഷ്മിക്കുട്ടിയും എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രയാസമുള്ളത് കൊണ്ടായിരിക്കാം തമിഴ്നാട്ടിൽ പോയതെന്ന് സംശയമുണ്ട്, കോയമ്പത്തൂർ പോയത്. കാരണം ഇവിടെ അത്രയും നമുക്കറിയാം, നമ്മളൊരു ദേശീയ കൺവെൻഷൻ നടത്താൻ വേണ്ടി 6 മാസം ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഴുവൻ കയറി ഇറങ്ങി. കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ വായിച്ചാണ്, മുഖ്യമന്ത്രിനെ കണ്ടു, കൃഷിമന്ത്രിയെ കണ്ടു. കൃഷിമന്ത്രി അവിടെ വന്നു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് കടമുണ്ടെങ്കിലും ഞങ്ങൾ തീർത്തു തരാമെന്ന് പറഞ്ഞു പോയി. ഞങ്ങൾ 3 മാസം അതിന് ശേഷം ചെന്നപ്പോൾ ഇവിടെ അലമാരിൽ എടുത്തു വെച്ചിരിക്കില്ലേ നിങ്ങൾക്ക് തരാൻ എന്ന് പറഞ്ഞതാണ് നമ്മുടെ കൃഷിമന്ത്രി. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. ഒരു സംരംഭവും ഒരു പ്രസ്ഥാനവും ഇവിടെ ഉണ്ടാവാൻ നമുക്ക് ഇവിടെ വലിയ പ്രയാസമാണ്. അവിടെയാണ് അദ്ദേഹം ഇവിടെ ഇത് വിജയിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ശ്രീദേവി ചേച്ചി തമിഴ്നാട്ടിൽ പോയതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇത് ഇങ്ങനെ രണ്ടുപേരെ നമുക്ക് കിട്ടിയ വലിയൊരു കാര്യമാണ്. അവരെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ടോമി ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്കും ഭക്ഷണത്തിനും ഇടയിലുള്ള തടസ്സമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ശ്രീദേവിയും. കാരണം സമയം എനിക്ക് തോന്നുന്നു 12:30 അടുക്കുന്നു.
ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നതെങ്കിൽ ഈ തടസ്സം എങ്ങനെ നീങ്ങിക്കിട്ടുമെന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് എത്രമാത്രം ജൈവ സംരംഭകത്വം എന്നൊരു വിഷയം, ആ വാക്കിൻ്റെ തന്നെ അർത്ഥം നമുക്ക് കൃത്യമാക്കേണ്ടതുണ്ടെങ്കിലും ഈ സമയത്തിന് യോജിച്ചതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചുരുക്കം ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സംരംഭകത്വം നമ്മൾ പലപ്പോഴും വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് വിപണനമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. കേരള ജൈവ കർഷക സമിതി വിപണനത്തിൻ്റെ കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഇല്യാസ് ഇവിടെ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചു, ഒരേ ഭൂമി ഒരേ ജീവൻ എന്ന നിങ്ങളുടെ മുഖപത്രത്തിന് ചില പിന്തുണ നൽകുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് കേരള ജൈവ കർഷക സമിതിയുടെ വിവിധങ്ങളായിട്ടുള്ള യോഗങ്ങളുടെ ചിത്രങ്ങളെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്, ചിലപ്പോൾ പത്രവാർത്തകളായിട്ട് മാറുന്നുണ്ട്. ഞാൻ നിറഞ്ഞ സദസ്സുകളാണ് മിക്കവാറും എല്ലായിടത്തും കാണുന്നത്. ഒരു വണ്ടി KL 52G6642 വാഹനം ഒന്ന് മാറ്റിക്കൊടുക്കണം. ഡോക്ടർ P. A. രാധാകൃഷ്ണൻ്റെ വണ്ടി കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. KL 52G6642 KL 52G6642. ഞാൻ കാണുന്നത് പൊതുവെ നിറഞ്ഞ സദസ്സുകളാണ് എല്ലാ സ്ഥലത്തും. അത് ഇതുപോലെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മാത്രമല്ല, ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ മാത്രമല്ല, താലൂക്ക് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പോലും നിങ്ങളുടെ ഹാളുകൾ നിറഞ്ഞിരിക്കാറുണ്ട്. മിക്കവാറും മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇത്രയും വിപുലമായിട്ടുള്ളൊരു കർഷക കൂട്ടായ്മ അഖില കേരള അടിസ്ഥാനത്തിൽ വേറെ ഒന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പോഷക സംഘടനകളായിട്ടുള്ള കർഷക കൂട്ടായ്മകളെക്കുറിച്ചല്ല. സ്വതന്ത്ര കർഷക കൂട്ടായ്മ എന്ന നിലക്ക് നോക്കുകയാണെങ്കിൽ കേരള ജൈവ കർഷക സമിതിയുടെ ഇത്രയും അംഗബലം പോലുമുള്ള കർഷക സംഘടനകൾ, ഈ അംഗബലത്തിൻ്റെ മാനദണ്ഡം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, നിങ്ങളൊക്കെ വരിസംഖ്യ അടയ്ക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു കർഷക കൂട്ടായ്മയ്ക്ക് ഇതുവരെയും അവരുടെ മുഖപത്രത്തെ സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു സംവിധാനമായി നിലനിർത്താനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ആ മാസിക നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലെങ്കിലും ഉണ്ട്. ഒരു ചെറിയ കൈപ്പുസ്തകം പോലുള്ള ഒന്നാണ്. അത്ര വലിയൊരു ചിലവൊന്നും വരുന്നൊരു സാധനമല്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ ഈ വിപണനം എന്ന് പറയുന്നതിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാന തത്വം? സംരംഭകത്വം എന്നുള്ളതാണല്ലോ നിങ്ങളുടെ വിഷയം. ജൈവ കർഷക സമിതിയുടെ ഒരു സംരംഭമാണ് ഒരേ ഭൂമി ഒരേ ജീവൻ എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സാമ്പത്തികം ഇത്രയും ദുർബലമായിരിക്കുന്നതിൻ്റെ അർത്ഥം ജൈവ കർഷക സമിതിയുടെ നേതൃത്വത്തിനോ അല്ലെങ്കിൽ ജൈവ കർഷക സമിതിയുടെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തകർക്കോ സംരംഭകത്വത്തിൻ്റെ വിപണനത്തിൻ്റെ ബാലപാഠങ്ങൾ ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇവിടെയും ഇത്രയും ആൾക്കാർ വരിസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അടുത്ത 1 വർഷത്തേക്ക് നിങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്താവുന്ന ഒരു സംവിധാനമായിട്ടും നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതിലാണ് നമ്മുടെ ഒരു വലിയ പരിമിതി നിൽക്കുന്നത്. ഇത് ഉദാഹരണമായി പറഞ്ഞത് ആനുഷംഗികമായി പറഞ്ഞു പോയതല്ല. എല്ലാ സമയത്തും ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് തന്നെയും അതിനേക്കാൾ കൂടുതൽ അതിൻ്റെ പ്രായോജകർക്കും എപ്പോഴും വലിയൊരു സങ്കോചമുണ്ട്. ആ വാക്ക് സങ്കോചം എന്നുള്ളതാണ്. എങ്ങനെ ഞാൻ ഒരേ ഭൂമി ഒരേ ജീവന് വരിസംഖ്യ ചോദിക്കും എന്ന് ഭാരവാഹികൾക്കുള്ള അതേ സങ്കോചം തന്നെയാണ് എൻ്റെ ഉൽപ്പന്നം വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെ ഞാനിതിന് വില ചോദിക്കും എന്ന സങ്കോചത്തിൽ ജൈവ കർഷകരും നിൽക്കുന്നത്. ഈ സങ്കോചം മറികടന്നാലേ നമുക്ക് സംരംഭത്തെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കാൻ പറ്റൂ. ഇവിടെ ജൈവ കൃഷിയുടെ വിവിധങ്ങളായ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെ കൃഷി ചെയ്യണം, എന്തൊക്കെ പോഷകങ്ങൾ കൊടുക്കണം എന്നൊക്കെ. ഞാൻ അതിൽ നിന്നും ഒരുപക്ഷെ അല്പം മാറിയിട്ടുള്ള ഒരു
ന്യായവിലയാണ് ഏറ്റവും മികച്ച ജൈവ വളം. ഒരു കർഷകന് ബാക്കി എല്ലാ കാര്യങ്ങളും അനുപൂരകമായി വന്നാലും അതിൻ്റെ ഉൽപ്പന്നത്തിനൊരു ന്യായവില ലഭ്യമല്ലെങ്കിൽ ആ ജൈവ കൃഷി സംരംഭം മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ്. ന്യായവില എന്ന് പറയുമ്പോൾ ദയവായി വിപണി വിലയും വിപണി വിലയെ ഒരു മാനദണ്ഡമോ അല്ലെങ്കിൽ ഒരു സത്യപ്രസ്താവനയായി എടുത്തു വെച്ച് അതിൽ നിന്നും എത്ര മാറിയാൽ നമ്മളുടെ വില ന്യായമാവും എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് പ്രാഥമികമായി മനസ്സിൽ വെക്കുക. വിപണി ഒരു വലിയ സംഘാതമാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയുടെ ഉള്ളിയുടെ തലസ്ഥാനമാണ് മഹാരാഷ്ട്രയിലെ നാസിക്. ഈ നാസിക്കിലുള്ള വലിയ ഈ ഉള്ളിയുടെ മണ്ടി, വലിയ ചന്തയിൽ അവിടെ ഇരിക്കുന്ന ഒരു കമ്മീഷൻ ഏജൻറ്റ് അയാളുടെ അന്നത്തെ വരുമാനം കണക്കാക്കുക. തുച്ഛമായ വരുമാനമേ ഉള്ളൂ കേട്ടോ. അത് അയാളൊരു ദിവസം 1000 രൂപയൊക്കെയാണ് സമ്പാദിക്കുന്നുള്ളൂ. പക്ഷേ അയാളുടെ വരുമാനം കണക്കാക്കുക കിലോയിലല്ല, കിൻഡലിലല്ല, ടണ്ണിലല്ല, ഒരു ലോറി ലോഡിലല്ല, 14 ലോറിയുടെ ഒരു ഫ്ലീറ്റിനാണ് അയാൾക്ക് 1000 രൂപ കിട്ടുക. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഇക്കോണമീസ്, അല്ലെങ്കിൽ ഒരു പ്രയോഗമുണ്ട്, ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. വലിപ്പം തരുന്ന സാമ്പത്തികമായിട്ടുള്ള ലാഭം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം, കൈയടക്കം എന്ന് പറയും. 14 ലോറി ഉള്ളി മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലെത്തുമ്പോഴാണ് 1000 രൂപയുടെ വ്യത്യാസം ഉണ്ടാകുന്നത്. നേരെ ഇതിനെ കൗണ്ടർ പോസ് ചെയ്യുക. കേരളത്തിലുള്ള ഒരു ജൈവ കടയിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഷോപ്പിലേക്ക് 50 കിലോ അരി ഒരു ജൈവ കർഷകൻ്റെ അടുത്തുനിന്നും ആ ഷോപ്പിലേക്ക് എത്തണമെങ്കിൽ കിലോയ്ക്ക് 10 രൂപയോളം പലപ്പോഴും ആ കൈകാര്യ ചെലവ് മാത്രമായി ചെലവിൽ വരുന്നു. ഈ വ്യത്യാസത്തെ കാണാതെ നിങ്ങൾ ജൈവ സംരംഭത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുക, അതിൽ ജൈവാംശം ആ ഉൽപ്പന്നത്തിൽ ബാക്കിയുണ്ടാവും, പക്ഷെ ആ ഉൽപ്പന്നത്തിൽ നീതി എന്ന് പറയുന്ന ഒരു അംശം ഒട്ടും ബാക്കിയുണ്ടാവില്ല. കാരണം ഈ കർഷകനെ ബാക്കി എല്ലാ പ്രക്രിയയിൽ നിന്നും വേറിട്ട, ബാക്കി എല്ലാ ഇടപാടുകളിൽ നിന്നും, ബാക്കി എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേറിട്ട ഒരു ഏകരൂപിയായിട്ട് ദയവായി കാണാതിരിക്കുക. ഈ കർഷകൻ ഇടപെടുന്നു, കർഷക തൊഴിലാളികളുണ്ട്, കയറ്റിയിറക്കുകാരുണ്ട്, മറ്റെത്രയോ ആൾക്കാരുടെ ഇടപെടൽ മൂലമാണ് ഒരു ഉൽപ്പന്നം ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ഈ വലിയ ഇക്കോണമീസ് ഓഫ് സ്കെയിലുള്ള വലിയ ഈ ആധിക്യം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാവുന്ന മത്സരക്ഷമതയുള്ള ഉൽപ്പന്നങ്ങളുമായി നിങ്ങളുടെ 50 കിലോ അരിയുടെ വില നിങ്ങൾ തട്ടിച്ചു നോക്കുന്നതോടുകൂടി നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് സമ്പൂർണമായും പുറന്തള്ളപ്പെടും. പക്ഷെ മറ്റൊരു രീതിയിലും വേണമെങ്കിൽ ഇതിനെ കാണാം. ഒരു ജൈവ കർഷകൻ അയാളുടെ ഉൽപ്പന്നത്തിന് കിട്ടുന്ന പ്രതിഫലവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അയാളുടെ സേവനങ്ങളെ, അയാളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലത്തെ നിങ്ങൾ കാണുന്നതെങ്കിലോ, അയാൾ സാധ്യമാക്കുന്ന കാർബൺ ആഗിരണത്തിനൊരു വിലയിടണം എന്ന് വന്നാലോ, കേരളത്തിൻ്റെ ഭൂവിനിയോഗം ഈ രീതിയിൽ നിലനിർത്തുന്നതിൽ, നമ്മളുടെ ടോപ്പോഗ്രഫി, നമ്മളുടെ ഭൂവിന്യാസത്തെ ഈ നിലയിൽ നിലനിർത്തുന്നതിൽ ഒരു നെൽ കർഷകനുള്ള പങ്കുമായി ബന്ധപ്പെട്ട് അയാൾ നൽകുന്ന സേവനത്തിനുള്ള പ്രതിഫലമായി കണ്ടാലോ, നെൽവയലുകൾ മുഴുവൻ തൂർന്നു പോകുന്നു, അതുകൊണ്ട് നമ്മുടെ ജലാകിരണ ശേഷി കുറയുന്നു, അതുകൊണ്ട് പ്രളയം വരുന്നതോടുകൂടി മൊത്തം നാട് വെള്ളത്തിനടിയിലാവുന്നു, അതുകൊണ്ട് ഈ നെൽവയലുകൾ നികത്തപ്പെടാതിരിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്, നിയമനിർമ്മാണം കൊണ്ടുവരാനും എളുപ്പമാണ്. പക്ഷെ നെൽകൃഷി ഒരു നഷ്ടക്കച്ചവടം മാത്രമായ ഒരു കർഷകൻ്റെ ഈ നെല്ലിൻ്റെ വിലയിൽ നിന്ന് മാത്രം അയാളുടെ സേവനം നിങ്ങൾക്ക് കാലാകാലത്തേക്ക് കേരളത്തിന് വേണ്ടി ലഭ്യമാവണം എന്ന് പറയുന്നത്
നടക്കുന്ന കാര്യമല്ല. ആ നെൽവയലുകൾ തൂർന്നുകൊണ്ടേയിരിക്കും. അതേസമയം ഈ കേരളത്തിൻ്റെ ഭൂവിന്യാസത്തെ ഈ രീതിയിൽ നിലനിർത്തുന്നതിൽ നമ്മുടെ നെൽവയലുകൾക്കും നെൽ കർഷകർക്കുമുള്ള പങ്കിന് കൂടി പ്രതിഫലം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കിട്ടുന്ന 50 രൂപയ്ക്ക് അരിയാഹാരം കഴിക്കുകയോ, പൊതുവിപണിയിൽ 50 രൂപ വിലയുള്ളത് കൊണ്ട് 70 രൂപയിൽ കൂടുതൽ ഞങ്ങൾ അരിക്ക് വിലയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഈ മാർക്കറ്റ് പ്രതികരിക്കും? ഞങ്ങളെ കൊള്ള ലാഭക്കാരായി വിപണി അല്ലെങ്കിൽ ഉപഭോക്താക്കൾ കാണില്ലേ എന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് വിപണിയിലേക്ക് ഇറങ്ങിയാൽ ആ ജൈവ കൃഷി സംരംഭവും പൊളിയും. ഞാൻ തത്വത്തിലേക്കൊന്നും പോകാതെ വളരെ പ്രായോഗികമായ കാര്യങ്ങൾ മാത്രം പറയണം എന്ന് ഉറപ്പിച്ചിവിടെ നിൽക്കുന്നതാണ്. നേരെ തിരിച്ചിതിനെ ഒന്ന് കാണുക. കേരളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കണക്കനുസരിച്ച് ഒരു 55 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഈ 55 ലക്ഷം കുടുംബങ്ങളുടെ ഒരു സാമ്പത്തിക നില പരിശോധിക്കുകയാണെങ്കിൽ ലഭ്യമായിട്ടുള്ള സാമ്പത്തിക സർവേകളിൽ നമുക്ക് പൊതുവേ മനസ്സിലാവുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു 20% കുടുംബങ്ങളെങ്കിലും സാമ്പത്തികമായി സുസ്ഥിരമായെന്ന് മാത്രമല്ല, അവർ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളതാണ്. നമ്മുടെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളവരാണ് ഈ 55 ലക്ഷം കുടുംബങ്ങളിലെ 20% പേർ. അതിൻ്റെ അർത്ഥം 11 ലക്ഷം. കൊട്ടത്താപ്പ് കണക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 11 ലക്ഷത്തെ 10 ലക്ഷമാക്കി മാറ്റാം. എളുപ്പമാണല്ലോ കണക്കിന്. 10 ലക്ഷം കുടുംബങ്ങൾ. 10 ലക്ഷം കുടുംബങ്ങൾക്ക് ഉൽപ്പന്നത്തിൻ്റെ വില, അതുപോട്ടെ അവരുടെ ഭക്ഷണത്തിൻ്റെ ബഡ്ജറ്റ്, അവർക്ക് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിലൊരു തടസ്സമേ അല്ല. 11 വേണ്ട 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന അസംഖ്യം ആൾക്കാർ, നമ്മുടെ റെമിറ്റൻസ് ഇക്കോണമിയെ, നമ്മുടെ മണി ഓർഡർ ഇക്കോണമിയെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ, കേരളത്തിൻ്റെ മാറി വരുന്ന സാമ്പത്തിക സാഹചര്യങ്ങളിൽ വിവിധങ്ങളായ ജോലികളിൽ വരുമാനം കണ്ടെത്തുന്നവർ, ഇവരെല്ലാവരും കൂടി എടുത്താൽ 10 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് അവരുടെ ഭക്ഷണ ബഡ്ജറ്റ് അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത സൗകര്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ ബഡ്ജറ്റ് അല്ല അവരുടേത്. ഈ 10 ലക്ഷം കുടുംബങ്ങൾ എല്ലാവരും ജൈവ ഭക്ഷണം വാങ്ങുന്നോ, നല്ല അരി, വിഷമില്ലാത്ത അരി കഴിക്കുന്നു നമ്മൾ വിചാരിക്കേണ്ട. പോട്ടെ, അതിലൊരു 10%, 1 ലക്ഷം വീട്ടുകാർ. ഈ 1 ലക്ഷം വീട്ടുകാർ ഉൽപാദന ചെലവിന് ആനുപാതികവും ഈ നെൽകർഷകൻ നൽകുന്ന പാരിസ്ഥിതികവും ഭൂവിനിയോഗ സംബന്ധവുമായിട്ടുള്ള സേവനങ്ങൾക്കുള്ള പ്രതിഫലവും കൂടി ചേർത്ത് ഉള്ള അരി വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ നെൽവയലുകളും ഇതുപോലെ നിലനിൽക്കുകയും പിന്നീടും നമുക്ക് അരി, ജൈവ അരി, ദേവിയുടെ അരി കോയമ്പത്തൂർ അടക്കം കൊണ്ടുവന്നാലും നമ്മുടെ ആവശ്യത്തിന് തികയില്ല. വിപണിയെ സംബന്ധിച്ച്, സംരംഭത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മളുടെ വിപണിയെ അളക്കുക എന്നുള്ളതാണ്. ഞാനിതാ വിപണി നിങ്ങൾക്ക് അളന്നു തരികയാണ്. 10 ലക്ഷം, 11 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അഫോർഡബിലിറ്റി, വാങ്ങൽ ശേഷി ഒരു പ്രശ്നമേ അല്ലാത്ത ആൾക്കാർ. അതിൽ നിന്നും വെറും 10 ലക്ഷം ആൾക്കാരെ എടുത്താൽ, അല്ല 10% ആൾക്കാരെ എടുത്താൽ 1 ലക്ഷം കുടുംബങ്ങൾ 10 കിലോ അരിയുടെ വെച്ച് നിന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു മാസം അവരുടെ ആവശ്യത്തിനുള്ളത് 10 കിലോ അരിയാണെങ്കിൽ 1 ലക്ഷം ഇൻറ്റു 10 ലക്ഷം കിലോ അരി വേണം. കേരളത്തിലെ നെൽവയലുകൾ മുഴുവൻ വിഷവിമുക്തമാക്കാൻ ഇത്രയും മതി. ഇതാണ് സംരംഭകത്തിൻ്റെ പ്രാഥമികമായി കേരളത്തിൽ തുടങ്ങാനുള്ള സംരംഭകത്തിൻ്റെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. ഒരു കാര്യം അംഗീകരിക്കുക, തുടക്കം തന്നെ 1 രൂപയ്ക്ക് അരി കിട്ടുന്ന നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ, നമ്മുടെ പൊതുവിതരണ സമ്പ്രദായത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ സംഖ്യ ജനവിഭാഗങ്ങളുണ്ട്. ജൈവ കൃഷിയുടെ പ്രാഥമിക വിപണി അതല്ല ഇപ്പോൾ. എപ്പോഴും ഒരു സംക്രമണ കാലഘട്ടത്തിൽ പൈനിയേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗം വിപണിയിൽ എല്ലാ കാലത്തും ഉണ്ടാവും. ഈ 1 ലക്ഷം പേരാണ് നിങ്ങളുടെ പൈനിയർ കൺസ്യൂമേഴ്സ്, തുടക്കക്കാരായ നിങ്ങളുടെ ഉപഭോക്താക്കൾ.
ഈ ഉപഭോക്താക്കളോട് കണ്ണിൽ നോക്കാനുള്ള ധാർഷ്ട്യം, ധൈര്യം കേരള ജൈവ കർഷക സമിതിക്കും കേരളത്തിലെ ഓരോ ജൈവ കർഷകനും ഉണ്ടാവണം. ഇത് മാറ്റിവെച്ച് നിങ്ങൾ ഈ ക്ഷമാപണത്തോടു കൂടി വിപണിയിലേക്ക് എത്തിയാൽ, ഈശ്വര, എലമെൻസിൻ്റെ വെളിച്ചെണ്ണയ്ക്ക് 295 രൂപ, എന്ത് കൊള്ള ലാഭമാണ് ഈ പാർട്ടികൾ എടുക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മളിരിക്കും. നമ്മളങ്ങനെ ഇരുന്നു കൊണ്ടേയിരിക്കും. ഈ കണ്ണിൽ നോക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ കണ്ണിൽ നോക്കുന്നതിൻ്റെ അർത്ഥം പാഠഭേദത്തിൽ പണ്ട് കാലത്ത് വളരെ വളരെ സക്കിൻ്റായിട്ട് അത് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: UGC പ്രൊഫസർ മീൻകാരിയോട് വില പേശരുത്. നിങ്ങൾക്ക് ഇത്രയും അഫോർഡബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ കോസ്മെറ്റിക് ബഡ്ജറ്റ്, നിങ്ങളുടെ വസ്ത്രങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ വിവാഹം പോലുള്ള ആഡംബരങ്ങളുടെ, നിങ്ങളുടെ സോഷ്യലൈസേഷൻ ബഡ്ജറ്റ്, ഇതൊക്കെയും പരിഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന നിങ്ങളുടെ ഫുഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് തുലവും തുച്ഛമാണ്. അവിടെ വില പേശാതിരിക്കുക. നിങ്ങൾ കാൽവിൻ ക്ലൈൻ വാങ്ങുമ്പോൾ വില പേശുന്നില്ല. നിങ്ങളുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളും സ്മാർട്ട് ഫോണും വാങ്ങുമ്പോൾ വില പേശുന്നില്ല. നിങ്ങളുടെ മറ്റനേകം ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വില പേശുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിലും നിങ്ങൾ വില പേശേണ്ടതില്ല. ഒരു വശത്ത് തികഞ്ഞ ബഹുമാനം വേണം ഈ വിപണിയോട്. ആ വിപണിക്ക് നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാവില്ല എന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് തുടങ്ങണ്ട. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ സംവേദനം കൂടുതൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ള വെല്ലുവിളി നമ്മൾ തന്നെ ഏറ്റെടുക്കണം. പക്ഷേ ആ വെല്ലുവിളി ക്ഷമാപണത്തിൽ നിന്ന് തുടങ്ങിയാൽ നമ്മൾ 1 ഇഞ്ച് മുന്നോട്ട് പോവില്ല. ഈ ഒരു തത്വത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ദൂരം സഞ്ചരിക്കാനാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒന്ന്. രണ്ടാമതൊരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇതൊക്കെയും ആവുമ്പോഴും വിപണിക്ക് വിപണിയുടേതായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മത്സരമാണ്, കോമ്പറ്റീഷൻ. മത്സരം അതിൻ്റേതായ ശക്തികളെ എല്ലാ കാലത്തും തുറന്നുവിടും. നിങ്ങളുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരൻ അപ്രത്യക്ഷനാവുകയും അവിടെ സൂപ്പർ മാർക്കറ്റുകൾ വരികയും ചെയ്യും. ഭക്ഷ്യവിതരണ ശൃംഖലയാകെ ഏതാനും ചിലരുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യം ക്രമാതീതമായ വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഭക്ഷ്യവിതരണ ശൃംഖലകൾ അവരുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ എണ്ണം വലിയ തോതിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നാട്ടിലെ പലചരക്ക് കട ഒരു പതിയെ അപ്രത്യക്ഷമായി പോകുന്നതോ അല്ലെങ്കിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടുന്നതായിട്ടുള്ളൊരു സംവിധാനമാണ്. ഈ വിപണിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ഈ വിപണിയുടെ എല്ലാ ചലന നിയമങ്ങളും പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജൈവ രീതിയിൽ കൃഷി ചെയ്യാനും ന്യായ രീതിയിൽ വിപണനം നടത്താനും സാധിക്കും എന്ന തെറ്റിദ്ധാരണ വേണ്ട. നമ്മൾ ആ വിപണിയെ ഉപയോഗിക്കും, ആ വിപണിയെ ആശ്രയിക്കും. തീർച്ചയായും ആ ഉപയോഗിക്കലും ആശ്രിതത്വവും നിർബന്ധമായും തന്ത്രപരമായിരിക്കണം എന്ന ബോധം നമുക്കുണ്ടാവണം. ബദൽ വിപണികൾ സൃഷ്ടിച്ചേ മതിയാവും. ബദൽ വിപണി എന്നുള്ളത് ആസൂത്രിതമല്ലാത്തതോ ഹാഫ് ഹസാഡോ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അലങ്കോല സ്വഭാവമുള്ളതോ ഒന്നുമല്ല. ബദൽ വിപണി എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമാണ്. കാരണം അതിൻ്റെ അടിത്തറ തന്നെ മൂല്യവത്തായ ചില കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ബദൽ വിപണി നടക്കുന്നത് എന്നുള്ളതാണ്. മത്സരത്തിന് പകരം സഹകരണം സാധ്യമാണോ, കോമ്പറ്റീഷന് പകരം കോഓപ്പറേഷൻ സാധ്യമാണോ എന്നുള്ള കാര്യം നിശ്ചയമായും ഈ ബദൽ അന്വേഷണത്തിൻ്റെ, ഈ ബദൽ സംരംഭകത്വത്തിൻ്റെ തന്നെ അടിസ്ഥാന പ്രമാണമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം ഈ കർഷകനെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ബാക്കി എല്ലാ പ്രക്രിയകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ദ്വീപ് നിവാസിയല്ല. അയാൾ ഇടപെടുന്ന ഈ ഉൽപാദന വിതരണ പ്രക്രിയയിൽ ഇടപെടുന്ന എല്ലാവർക്കും ന്യായമായ പരിഗണന കിട്ടണമെന്ന് വരുമ്പോൾ
സ്വാഭാവികമായും നമ്മളുടെ ബദൽ സംരംഭങ്ങളിൽ ഈ ന്യായത്തിൻ്റെ ഭൂതക്കണ്ണാടി നിശ്ചയമായും ഓരോ ഘട്ടത്തിലും വെച്ച് നോക്കേണ്ടതുണ്ട്. ദയവായിട്ട് അതുകൊണ്ട് ഞാൻ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഘടനയുള്ള ഒരു ബിസിനസ് വരുമ്പോൾ അവിടെ ESI ഉണ്ട്, അവർക്ക് PF ഉണ്ട്, അവർക്ക് സർക്കാർ പറയുന്ന മിനിമം വേതനം കൊടുക്കണം. അത് അല്പം കൂടെ വളർന്നു കഴിഞ്ഞാൽ അവിടെ തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാവും, അവർ ചിലപ്പോൾ കൊടി കുത്തും. അതുകൊണ്ട് ഞാനിതൊന്നും ഇല്ലാതെ വളരെ സൂത്രത്തിൽ, വളരെ എളുപ്പത്തിൽ ഇത്തരം കോസ്റ്റുകളൊക്കെ, ഇത്തരം ചിലവുകളൊക്കെ കുറയ്ക്കാവുന്ന രീതിയിൽ അന്യസംസ്ഥാനത്തു നിന്ന് കിട്ടാവുന്ന, ഒരു തരത്തിലും ഓർഗനൈസ്ഡ് അല്ലാത്ത, ഒരു തരത്തിലും സംഘാടകത്തിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ലാത്ത ആൾക്കാരെ വെച്ച് ചുളുവിൽ കാര്യം നടത്തി എൻ്റെ ഉൽപ്പന്നം വിപണിയിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്നുള്ളത് മാത്രമല്ല, അത് അന്യായ വിപണിയും അന്യായ ഉൽപ്പന്നവും അന്യായ വിപണനവുമാണ് എന്ന് മറക്കാതിരിക്കുക. ഈ ചെലവുകളെല്ലാം അവസാനം ഈ ഉൽപ്പന്നത്തിൽ പ്രതിഫലിച്ചേ മതിയാവൂ. 15 പേരിൽ കൂടിയ ഒരു ചെറിയ തൊഴിൽ സംരംഭമാണെങ്കിൽ അവിടെ ESI കൊടുക്കണം. കൊടുക്കാതെ പറ്റില്ല. കോവിഡാനന്തര കാലത്ത് ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷയില്ലാതെ, ഏതെങ്കിലും പരിരക്ഷയില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിലൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ 10-12 ലക്ഷം രൂപയാണ് ആശുപത്രിയിൽ പോയി ചെലവഴിക്കുന്നത്. അയാൾക്ക് ESIയുടെ പരിരക്ഷയുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടും, ആ കുടുംബം, അല്ലെങ്കിൽ ആ കുടുംബം അതോടെ തീരും. ഇത്തരത്തിൽ നിയമപരമായും നമ്മളുടെ തന്നെ മനസാക്ഷിക്കനുസരിച്ചുമുള്ള ന്യായമായ പരിഗണന എന്തോ അതെല്ലാം കൂടെ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ മേളിൽ ഉൾച്ചേർത്താലും ഞാൻ ഉറപ്പ് തരുന്നു അതിന് സാധ്യമായ, എന്നിട്ടും ആ വിപണനത്തിന് സാധ്യമാവുന്ന ഒരു വിപണി കേരളത്തിലുണ്ട്. ഈ വിപണിയെ കാണേണ്ടതിന് ഞാൻ വലിയൊരു ഉദാഹരണം കൂടെ പറയാം. ഇന്ത്യയിൽ ജൈവകൃഷി വലിയ കാര്യമായ രീതിയിൽ വളർന്നു വന്നപ്പോൾ എല്ലാവരും കണ്ടിരുന്നൊരു കാര്യം എന്താണെന്നറിയാം. ജൈവകൃഷി വളരണമെങ്കിൽ കയറ്റുമതി നടക്കണം, എക്സ്പോർട്ട് വേണം. അപ്പോൾ എക്സ്പോർട്ട് ആശ്രിതമായി, കയറ്റുമതി ആശ്രിതമായി വളർന്നു വന്ന ജൈവകൃഷി സംരംഭങ്ങളാണ്, പ്രത്യേകിച്ചും എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചും കോൺട്രാക്റ്റ് കൃഷി അടിസ്ഥാനമാക്കിയും ഒക്കെ വന്നിട്ടുള്ള സംരംഭങ്ങളാണ് ഇന്ത്യയിൽ അധിക പങ്കുണ്ടായത്. ഇതെല്ലാം പോകുന്നത് എങ്ങോട്ടാണ്? അത് ചിലത് ഫെയർ ട്രേഡ് രീതിയിലും വിപണനം നടത്തുന്നുണ്ട്, ന്യായ വിലയൊക്കെ കർഷകർക്ക് കിട്ടുന്ന രീതിയിലും വിപണനം നടത്തുന്നുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം പോകുന്നത് യൂറോപ്പിലേക്ക്, പ്രധാനമായിട്ടും അമേരിക്കയിലേക്കുണ്ട്, പക്ഷേ യൂറോപ്പ് ഒരു പ്രധാന വിപണിയാണ്. യൂറോപ്പിൻ്റെ മൊത്തം ജനസംഖ്യ എത്രയാണ്? കൊട്ടത്താപ്പിൽ പറഞ്ഞാൽ 300 ദശലക്ഷം. ഇന്ത്യയിലെ മധ്യവർഗത്തിൻ്റെ, പ്രത്യേകിച്ചും ഈ ഉദാരവൽക്കരണം സൃഷ്ടിച്ച പുതിയ മധ്യവർഗം കൂടിച്ചേർന്നാൽ അവരുടെ ജനസംഖ്യ അതേ 300 ദശലക്ഷം, കൂടിക്കൊണ്ടേയിരിക്കുന്നേ ആ സംഖ്യ. യൂറോപ്പിൻ്റെ ക്രയശേഷി കൈമുതലായിട്ടുള്ള മറ്റൊരു ഇന്ത്യ നമ്മുടെ ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ അകത്ത് തന്നെ നിലനിൽക്കുന്നു. ഇവരെ പ്രകോപിപ്പിക്കാതെ, ഇവരോട് കണ്ണിൽ നോക്കി ഞങ്ങളുടെ ദില്ലിയുടെ കവാടങ്ങളിൽ ലക്ഷക്കണക്കിന് കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടണമെന്ന് പറയുമ്പോൾ സർക്കാർ കൈമലർത്തുന്നത് ആരിത് വാങ്ങുമെന്ന് ചോദിച്ചാണ്. നിങ്ങൾ 300 ദശലക്ഷം. ഗ്രാമീണ ഭാരതത്തിന്, വ്യാവസായിക ഇന്ത്യ, ആധുനിക ഇന്ത്യ അതിൻ്റെ കപ്പം കൊടുത്തേ തീരൂ. അത് കൊടുക്കാനുള്ള മാർഗമാണ് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ന്യായവില എന്ന് ശഠിക്കാൻ ജൈവ കർഷകർക്കാവണം. ആ ഒരു നിലപാട് തറയിൽ നിന്നും നമ്മുടെ വിപണിയെക്കുറിച്ച് സംശയങ്ങൾ ഏതുമില്ലാതെ ആ വിപണിയുടെ ന്യായ ഞരമ്പുകളെ ഏതെങ്കിലും രീതിയിൽ ഈ ഓട്ടമുള്ളതാക്കുക എന്നുള്ളതാണ് ജൈവ സംരംഭകത്തിൻ്റെ വിപണി വശം എന്ന് തിരിച്ചറിഞ്ഞാൽ ക്രയവിക്രയശേഷി ഒരു പ്രശ്നമല്ലാത്ത കേരളത്തിലെ 10 ലക്ഷം ആൾക്കാരായ 10 ലക്ഷം കുടുംബങ്ങളായാലും, ക്രയവിക്രയശേഷി ഒരു പ്രശ്നമല്ലാത്ത ഇന്ത്യയിലെ 300 ദശലക്ഷം ആൾക്കാരായാലും അവരുടെ നീതിയുക്തമായ ഉപഭോഗം
എന്ന നാഡീ ഞരമ്പിനെ രക്തഓട്ടമുള്ളതാക്കി മാറ്റിയാൽ ജൈവ സംരംഭങ്ങൾ വിജയിക്കും. അതിനുള്ള നിശ്ചയദാർഢ്യമാണ് നമുക്ക് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സോ ടോമി വളരെ പ്രായോഗികമായ വിഷയങ്ങളാണെന്ന് പറഞ്ഞിട്ടും വളരെ ഫിലോസോഫിക്കൽ ഇഷ്യൂസും കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് എങ്ങനെ നമ്മൾ വിപണിയെ കാണണം. ഞാൻ പറയുന്നത്, ഞാൻ അത്രയും ആ ഒരു ഫിലോസോഫിക്കൽ ലെവലിലേക്ക് വീണ്ടും പോകേണ്ട ആവശ്യമില്ല. ഞാൻ സിമ്പിളായിട്ട് പറയുന്നത്, ഒരു ഓർഗാനിക് ഫാമിംഗ് കമ്മ്യൂണിറ്റിയിൽ റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ്, ഈ കച്ചവടം ചെയ്യുന്നവരെ ശത്രുക്കളായിട്ട് കാണാതിരിക്കുക. ഇന്ന് പബ്ലിക് മാത്രമല്ല, കൃഷിക്കാരും, ടോമി പറഞ്ഞ പോലെ ഇവരെന്താ ഇത്രയും വിലയ്ക്ക് വിൽക്കുന്നത്. കൃഷിക്കാരും പലപ്പോഴും റീറ്റെയിലേഴ്സിനെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അവരേതോ ചൂഷണം ചെയ്യാൻ പോകുന്നു എന്ന്. ഇന്ന് ജൈവ കൃഷിയിൽ ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫാർമേഴ്സ് പലരും ഫാർമിംഗ് വിട്ടുപോവാണ്, ജൈവ കൃഷി വിട്ടുപോവാണ്. അവർക്കത് താങ്ങി നിൽക്കാൻ പറ്റുന്നില്ല, അത് നിലനിർത്താൻ പറ്റുന്നില്ല. നെക്സ്റ്റ് കാറ്റഗറി ഈ ഫീൽഡ് വിട്ടുപോകുന്നത് റീറ്റെയിലേഴ്സാണ്. അതും ചെറുപ്പക്കാരായിട്ടുള്ള റീറ്റെയിലേഴ്സ്. പലരും വളരെ പ്രതീക്ഷയോടെ ഈ ഫീൽഡിൽ സത്യസന്ധമായിട്ട് ഏൺ ചെയ്യണം, സത്യസന്ധമായിട്ട് നമുക്ക് നല്ല ആഹാരം കൊടുത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തെ പുലർത്തണം, അതിനുള്ള വരുമാനം വരണം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കുന്നില്ല. അപ്പോൾ ചൂഷണം ചെയ്താണ് അവർ ഈ കച്ചവടം ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. എന്തുകൊണ്ട് വിട്ടുപോകുന്നു? ബിക്കോസ് ടോമി പറഞ്ഞ പോലെ നമ്മളൊരു വളരെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ചെറിയൊരു സൈഡിൽ നിന്ന് ട്രൈ ചെയ്യണം. നമ്മൾ പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് ഒപ്പോസിഷനുണ്ട്. പിന്നെ ഭക്ഷണ സാധനമാണ്. അതുകൊണ്ട് ഇല്യാസ് പറഞ്ഞ പോലെ അതെങ്ങനെ വില കൂട്ടാൻ പറ്റും? അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ട്. ഭക്ഷണ സാധനം ആയതുകൊണ്ട് കൃഷിക്കാരന് എത്ര ചിലവുണ്ടെങ്കിലും, ഓർഗാനിക് റീറ്റെയിലറിന് എത്ര ചിലവുണ്ടെങ്കിലും ആ അരിയുടെ വില 90 രൂപയിൽ കൂടുതൽ പോകാൻ പാടില്ല. പക്ഷേ നമ്മൾ തന്നെ ആ ഒരു ഫീലിംഗ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയും സ്ലിപ്പറി സ്ലോപ്പാണ്. പിന്നെ നമ്മൾ നിലനിർത്താൻ പറ്റില്ല. റീറ്റെയിലർ പൂട്ടിപ്പോകും, കൃഷിക്കാരൻ വിട്ടിട്ട് പോകും. നമ്മൾ വീണ്ടും 10 വർഷം കഴിഞ്ഞാൽ അതേ ചെറിയ തോതിൽ ജൈവ കൃഷിയും ചെറിയ തോതിൽ ജൈവ മാർക്കറ്റും അതിൽ തന്നെ നിൽക്കേണ്ടി വരും. നമ്മൾ ഡിഫെൻസീവ് അല്ലാണ്ട് ഇപ്പം ഞങ്ങൾ ബയോബേസിക്സ് എന്ന് പറഞ്ഞ് ഞാനൊരു സംരംഭം ഞാനും ഹസ്ബൻഡും കൂടി 9 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഞങ്ങളിപ്പം ഓൺലൈനിലാണ് ഞങ്ങളുടെ ജൈവ ഉൽപ്പന്നങ്ങളെല്ലാം റീറ്റെയിൽ ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രധാന ഫോക്കസ് അരിയാണ്. ഞാൻ സേവ് അവർ റൈസ് ക്യാമ്പയിനിൽ ഉഷയുടെ കൂടെ ഒരുപാട് വർഷം വർക്ക് ചെയ്തുകൊണ്ട് അരിയോട് വളരെ താല്പര്യമുള്ളത് കാരണം ജൈവ വൈവിധ്യമുള്ള അരികളാണ് കച്ചവടം ചെയ്യുന്നത്. പക്ഷേ അരിയുടെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെങ്ങനെ അരി ഈ വിലയ്ക്ക് വിൽക്കാൻ പറ്റും? പക്ഷേ ഞാൻ ബംഗാളിൽ നിന്ന് ബാങ്കുറ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ റായ്ഗഞ്ചിൽ നിന്ന് അവിടെ മാത്രം വളരുന്ന ഒരു റെയർ സെൻറ്റേർഡ് റൈസ് ഇവിടെ സൗത്തിൽ കൊണ്ടുവന്ന് വിറ്റ് വരുമ്പോഴേക്കും അതിനത്രയും വിലയാവും. ഞാൻ ഫാർമറിന് കൊടുക്കുന്ന വിലയിൽ കൂടുതൽ ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, GST എല്ലാം കൂട്ടി വരുമ്പോഴേക്കും ഉടനെ ചോദ്യം വരും, ഫാർമറിന് എന്ത് പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട്? അവിടെ പെർസെൻറ്റേജ് അല്ല നോക്കേണ്ടത്, ഫാർമർ ചോദിക്കുന്ന വില കൊടുക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് റീറ്റെയിലറിൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ എന്താണ്? അപ്പം ഞങ്ങൾ എപ്പോഴും പറയും, നിങ്ങൾ ആബ്സല്യൂട്ട് ടേംസിൽ നോക്കൂ. നിങ്ങൾക്ക് 80 രൂപ വേണോ, 70 രൂപ വേണമെങ്കിൽ തരാം. പക്ഷെ ഞങ്ങൾക്ക് 150 രൂപയ്ക്കാണോ 200 രൂപയ്ക്കാണോ ഞങ്ങൾ വിൽക്കുന്നതെന്ന് അതിൽ നിന്ന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ അതൊരു പ്രാക്ടിക്കൽ ഇതാവില്ല. ബിക്കോസ് ടോമി പറഞ്ഞ പോലെ ഞങ്ങൾ പലരും റീറ്റെയിലേഴ്സ് എല്ലാവരും അർബൻ ഏരിയാസിൽ, നഗരങ്ങളിലാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത്. അവിടെ ശമ്പളം കൂടുതൽ കൊടുക്കാനുണ്ട്, വേറെ വാടക വളരെ കൂടുതൽ കൊടുക്കാനുണ്ട്. ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കാണുമ്പോൾ ഓരോ തവണയും എനിക്കൊരു മിനി സ്ട്രോക്ക് വരും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുക, ഇത് എവിടെയാണ് ഈ ഇലക്ട്രിസിറ്റി ബില്ല് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്? ട്രാൻസ്പോർട്ടേഷൻ കാണുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ സ്ട്രോക്ക് മാറിയിട്ട് അതിലും വലിയ സ്ട്രോക്ക് വരും. ബിക്കോസ് ഓൺലൈൻ വിപണനം ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഒരരി ഫാർമർ എനിക്ക് 70 രൂപയ്ക്ക് തരുന്ന അരി ഞാൻ ഡൽഹിയിലേക്ക് അയക്കുകയാണെങ്കിൽ
ചെറിയൊരു പാഴ്സൽ അയക്കുകയാണെങ്കിൽ ഓരോ കിലോയ്ക്കും 70 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ്. അപ്പം പെർസെൻറ്റേജ് നോക്കിയാൽ എവിടെയാണ് പോവുക? അപ്പം നമ്മൾ വളരെ വളരെ പ്രാക്ടിക്കലായിട്ട് ഓരോരുത്തരുടെയും കോസ്റ്റ് സ്ട്രക്ചർ മനസ്സിലാക്കണം. ആൻഡ് ടോമി പറഞ്ഞ ആ കോഓപ്പറേഷൻ പോയിന്റിൽ വരുമ്പോൾ ഫാർമർ ആൻഡ് റീറ്റെയിലർ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് അല്ല. നമ്മൾ കോഓപ്പറേറ്റ് ചെയ്ത് ഒന്നിച്ച് ചേർന്ന് പോകണം. ബിക്കോസ് ഓർഗാനിക് ഫാമിംഗ് സർവൈവ് ചെയ്യണമെങ്കിൽ ഓർഗാനിക് റീറ്റെയിലിംഗ് ഉണ്ടാവണം. ബിക്കോസ് ഓർഗാനിക് റീറ്റെയിലിംഗ്, ഓർഗാനിക് ഹോൾസെയിൽ ഇല്ലെങ്കിൽ നോർമൽ മാർക്കറ്റിൽ പോയി ഒരു ഓർഗാനിക് ഫാർമറിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു നോർമൽ കടയിൽ ഒരു സാധനം കൊണ്ടുപോയി വെച്ചിട്ട് അത് വിറ്റഴിഞ്ഞില്ലെങ്കിൽ 3 മാസം കഴിയുമ്പം അതെല്ലാം കൂടി അവർ പെറുക്കി കെട്ടി ഒരു ബോക്സിലിട്ട് തിരിച്ച് നിങ്ങൾക്ക് അയച്ചു തരും. ഈ വിറ്റ് കഴിഞ്ഞ സാധനത്തിൻ്റെ വില മാത്രമേ കിട്ടുള്ളൂ. അത് തിരിച്ചു വരുമ്പോഴേക്കും ആ അരി നമ്മൾ വേവിച്ച് കന്നുകാലിക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. ബിക്കോസ് അതവിടെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് അതിനകത്ത് ചിലപ്പോൾ പൂച്ചി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ തന്നെ ഒരു മെയിൻ സ്ട്രീമിലാണെങ്കിലും ബദൽ സംവിധാനമാണെങ്കിലും നമുക്ക് ഓർഗാനിക്കിൻ്റെ റീറ്റെയിലിംഗ്, ഹോൾസെയിൽ ആ വാല്യൂ ചെയിൻ ആവശ്യമുണ്ട്. ബിക്കോസ് ആ വാല്യൂ ചെയിനിൽ മാത്രമേ ഓർഗാനിക് ഫാമേഴ്സിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവരോട് സിമ്പത്തറ്റിക് ആൻഡ് എംപത്തറ്റിക് ആയിട്ട് അവരുടെ ഇത് അറിഞ്ഞ് ഒരു വാല്യൂ ചെയിൻ നമുക്ക് ഉണ്ടാവണം, ഒരു സപ്ലൈ ചെയിൻ ഉണ്ടാവണം. ഇപ്പം എൻ്റെ അടുത്ത് പലപ്പോഴും ഞങ്ങളുടെ ഇതിൽ ഞങ്ങളൊരു അരി നന്നായിട്ട് വിപണനം ചെയ്ത് വരുമ്പം സഡൻലി കൃഷിക്കാരൻ പറയും, അയ്യോ ചേച്ചി അരി തീർന്നുപോയി. അപ്പം എനിക്ക് ഈ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് ഞാനത് ശരി നമുക്ക് എങ്ങനെയെങ്കിലും കസ്റ്റമറിനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു മെയിൻ സ്ട്രീം സ്റ്റോറിലാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പ്രോഡക്റ്റിനെ അങ്ങ് മാറ്റും. പിന്നെ അടുത്ത വർഷം ആ പ്രോഡക്റ്റും കൊണ്ട് കർഷകൻ പോകുമ്പോഴേക്കും അവർ പറയും ഈ SKU ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പത്തറ്റിക് ആൻഡ് എംപത്തറ്റിക് സപ്ലൈ ചെയിൻ ഉണ്ടാവേണ്ടത് ജൈവ കൃഷിയുടെ ആവശ്യമാണ്. അപ്പോൾ അതിൽ ഇപ്പം ജൈവ കൃഷിയിൽ ഇല്യാസ് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഫാർമേഴ്സിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറയും, നിങ്ങൾ എനിക്ക് 80 രൂപയ്ക്ക് തരുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി മാർക്കറ്റിൽ 100 രൂപയ്ക്ക് വിൽക്കരുത്. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ അരിയുടെ വില കുറയ്ക്കുകയാണ്. നിങ്ങൾ മാർക്കറ്റിന് ഒരു പെർസെപ്ഷൻ കൊടുക്കുകയാണ് ദാറ്റ് ഈ അരിക്ക് 100 രൂപ കൊടുത്താൽ ആ അരി ആ വാല്യൂ ചെയിൻ സപ്ലൈ ചെയിനിലുള്ള എല്ലാവർക്കും പേയ്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. അപ്പം നാളെ ഞങ്ങളുടെ കോസ്റ്റ്, എൻ്റെയോ ടോമിയുടെയോ കോസ്റ്റ് ആഡ് ചെയ്ത് ഞങ്ങൾ 150 രൂപയ്ക്ക് വയ്ക്കുമ്പോഴേക്കും ഞങ്ങൾ ബൂർഷ്വാസ് കൊള്ളലാഭം ചെയ്യുന്നവർ ഞങ്ങളെ പറ്റിയുള്ള ഇംപ്രഷൻ കുറയും തോറും അത് ഞങ്ങൾക്കത് ബിസിനസ് ഇവർ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബയോബേസിക്സ് ഒരുപാട് പൈസ വാങ്ങിക്കുന്നു എന്നൊരു പെർസെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഏത് പബ്ലിക് ഫോറമിൽ നോക്കിയാലും ഓർഗാനിക് റീറ്റെയിലേഴ്സ് ആർ ലൂട്ടിങ് പീപ്പിൾ, ഓർഗാനിക് റീറ്റെയിലേഴ്സ് ആർ എക്സ്പെൻസീവ്. അത് ബാധിക്കുന്നത് ഞങ്ങളെ മാത്രമല്ല, അത് ജൈവ കൃഷിയെയും ബാധിക്കും. അപ്പം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അപ്പോൾ ജൈവ കൃഷിയിൽ നിങ്ങൾ കൺസ്യൂമറിൻ്റെ അടുത്ത് ഡിഫെൻസീവ് ആകാതെ, ഇല്ല അയ്യോ ഇതിങ്ങനെ ഇതിങ്ങനെ 80 രൂപ പറയും, ഞാൻ 90 രൂപ പറയും. നിങ്ങൾ ധൈര്യമായിട്ട് പറയണം, നോക്കൂ ഈ അരി കൃഷി ചെയ്ത് ഇത് വിറ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി പുലർത്തി അടുത്ത സീസണിൽ കൃഷി ഇറക്കണമെങ്കിൽ എനിക്ക് ഈ വിലയ്ക്ക് വിറ്റാലേ അത് ഇതാവുള്ളൂ, എനിക്കത് അല്ലാണ്ട് നമ്മൾ ഡിഫെൻസീവായിട്ട് പബ്ലിക്കിന് അരി ന്യായമായിട്ട് നമ്മൾ PDS ഇത്രയും വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്, PDS 40 രൂപയ്ക്ക് കൊടുത്താൽ ഞാൻ എങ്ങനെ 80 രൂപയ്ക്ക് അരി കൊടുക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഫുഡ് സെക്യൂരിറ്റി സ്പേസിലല്ല ഓർഗാനിക് പീപ്പിൾ. നമ്മൾ ടോമി പറഞ്ഞ പോലെ വളരെ ഒരു എലീറ്റ് സെഗ്മെൻറ്റിൽ, ഒരു പൈലറ്റ് സെഗ്മെൻറ്റിനെ മാത്രമാണ് ഇപ്പോൾ ടച്ച് ചെയ്യുന്നത്. ആ സെഗ്മെൻറ്റ് ഓർഗാനിക്കിനെ അഡോപ്റ്റ് ചെയ്ത് വിപുലമായിട്ട് നമ്മുടെ നമ്പേഴ്സ് കൂടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് താഴോട്ട് വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഗവൺമെൻറ് അരി കൊടുക്കുന്ന വിലയും ഓർഗാനിക് ഫാർമർ അരി കൊടുക്കുന്ന വിലയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടി ഓപ്പണായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് പറയണം റീറ്റെയിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ദാറ്റ് നമുക്കിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താലേ നിലനിർത്താൻ പറ്റുള്ളൂ. ഇപ്പം ആ ഒരു നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, ഫാർമേഴ്സ് ആണെങ്കിലും റീറ്റെയിലേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിൽ
നമുക്കെന്താ പറ്റുന്നത്, നമ്മൾക്കുള്ളിൽ തന്നെ നെറേറ്റീവ് മാറുകയാണ്. ബിക്കോസ് ഇപ്പോൾ ജൈവ കർഷക കൂട്ടായ്മകളിൽ എപ്പോഴും കൂടുതൽ ജൈവ കർഷകരെ കൊണ്ടുവരാനായിട്ട് എപ്പോഴും നമ്മൾ കേൾക്കും, ജൈവ കൃഷി നിങ്ങൾ പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് ലാഭം മറ്റേ കെമിക്കൽ കൃഷിയെ കാട്ടി ലാഭത്തിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നമ്മൾ ആ നെറേറ്റീവ് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറയാം. പക്ഷേ ജൈവ കൃഷി ഇന്നത്തെ സിറ്റുവേഷൻ, ലേബർ റിക്വയർമെൻറ്റ്, ക്ലൈമറ്റ് വേരിയേഷൻ എല്ലാം വെച്ച് എങ്ങനെ നോക്കിയാലും ജൈവ കൃഷിയുടെ ഔട്ട്പുട്ട് വില കൂടുതൽ തന്നെ വരും. അപ്പോൾ അത് നമ്മൾ എന്താ പറയുന്നത്, അൺഅപ്പോളജറ്റിക്കായിട്ട് മാർക്കറ്റിനടുത്ത് പറയാം, ഞങ്ങൾ ഭൂമി നശിപ്പിക്കാതെ, വെള്ളം നശിപ്പിക്കാതെ, വായു നശിപ്പിക്കാതെ ഇത് നിലനിർത്തിക്കൊണ്ട് കൃഷി ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഇത്രയും ചിലവ് വരുന്നുണ്ട്, നിങ്ങളുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ആ ഒരു ഓപ്പൺ ഇതായിട്ട് നമ്മൾ പറയുകയും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയും ചെയ്തില്ലെങ്കിൽ ഈ വിപണനം എന്ന് പറയുന്നത് നമ്മൾ ഈ എന്ന് നിൽക്കുന്ന പോലെ ഇതേ ചെറിയ തോതിൽ ഒട്ടും മുമ്പോട്ട് പോകാതെ പോവും. അത് അവിടെ പ്രശ്നം തീരുന്നില്ല. ഇപ്പം അത് മുന്നോട്ട് പോകാണ്ട് നിൽക്കുകയാണെങ്കിൽ പോട്ടെ, ചെറുതായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. പക്ഷേ ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ പ്ലെയേഴ്സ്, മാർക്കറ്റ് പ്ലെയേഴ്സ് ഇപ്പം ജൈവ ഇതിൽ വരികയാണ്. ITC തൊട്ട് അമൂൽ വരെ എല്ലാവരുടെയും ജൈവം, അത് അവരുടെ ജൈവം എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാവുന്ന ഒരു ഫാർമർ കളക്റ്റീവിൽ നിന്നും അവർ എടുക്കുന്നില്ല. അവർ ലാർജ് സ്കെയിലിൽ സർട്ടിഫൈഡായിട്ട് ഓർഗാനിക് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ ഈ ചെറിയ ഗ്രൂപ്പ്സ് വളരെ ഓണസ്റ്റായിട്ട് വളരെ സിൻസിയറായിട്ട് ചെയ്യുന്നവർ നമ്മൾക്കുള്ളിലേ ഒരു ചേർന്ന് പോയില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഐ തിങ്ക് അതും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ കുറേ കൂടി ഓപ്പണായിട്ട് റീറ്റെയിലേഴ്സിനെ ഉൾക്കൊള്ളുക. നിങ്ങളുടെ കടയിലുള്ള ഞാൻ എപ്പോഴും ജൈവ കർഷകർക്ക് പറയും, നിങ്ങളുടെ പട്ടണത്തിലുള്ള ജൈവ കടയിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങിക്കണം. ഫസ്റ്റ് നിങ്ങൾ പോയി നിങ്ങൾ ഉൽപ്പന്നം കൃഷി ചെയ്യുന്ന ഉൽപ്പന്നം ഒഴിച്ച് ബാക്കിയെല്ലാം നോർമൽ കടയിൽ പോയി വാങ്ങാതെ അവിടെ തന്നെയുള്ള ഒരു ഓർഗാനിക് റീറ്റെയിലറിൻ്റെ അടുത്ത് വാങ്ങിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് അതിൽ കാണിക്കേണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ റീറ്റെയിലർ സൈഡിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത്, ദാറ്റ് എവിടെ നിന്നാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്. അതൊരു ഓപ്പൺ മൈൻഡഡ് ഡയലോഗ് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അത് വെച്ച് ചുരുക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്നല്ല, എൻ്റെ ഒരു എന്താ പറയുക ഡൗട്ട്. അതായത് ഇപ്പം ഞാനൊരു കർഷകയാണ്. അപ്പം ഞാൻ കൂടുതൽ ഏരിയ കൃഷി ചെയ്യുന്ന ജൈവ രീതിയിൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, അതും നാടൻ വെറൈറ്റി. അപ്പോൾ നാടൻ വെറൈറ്റിക്ക് നമുക്കറിയാം ഏറി വന്നാൽ മാക്സിമം 1000 കിലോ 1200 കിലോ, മാക്സിമം നമ്മൾ നന്നായിട്ട് വളമൊക്കെ ചെയ്യുകയാണെങ്കിൽ 1500 കിലോ നമുക്ക് കിട്ടും. പക്ഷേ ഈ നെല്ല് നമ്മൾ സൂക്ഷിച്ച്, ഒരു കർഷകൻ തന്നെ സൂക്ഷിച്ച് അയാൾ അത് മില്ലിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് ഇപ്പം ഇലമെൻസിനെ പോലെയോ അല്ലെങ്കിൽ ബയോബേസിക്സ് പോലെയുള്ള സംരംഭകർക്ക് നമ്മൾ അയക്കുമ്പം അതിൽ വരുന്ന ഒരു കോസ്റ്റ് കർഷകനും ഉണ്ട്. അപ്പം നമ്മൾ ആ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യാണ് റീറ്റെയിലിന് കൊടുക്കാൻ. ഇതേ സമയം ഹോൾസെയിൽ കൊടുക്കാൻ. എന്നാൽ അതേസമയം റീറ്റെയിലിൽ നമ്മൾ പ്രൈസ് കൂട്ടുക എന്നുള്ളൊരു സംരംഭം. ഇപ്പം ഈ ജൈവ കർഷക സമിതിയിലുള്ളവർ പോലും പലരും പറയുന്നത് ഞങ്ങൾ പ്രൈസ് കൂട്ടി വിൽക്കുന്നതാണ്. മീൻസ് ഞങ്ങളാകെ 90 രൂപ 100 രൂപക്കാണ് അരി വിൽക്കുന്നത്. പക്ഷേ ഒരു യുവാക്കൾ കൃഷിയിലോട്ടേക്ക് വരുമ്പം അവർക്ക് അവരുടേതായ എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ പ്രൈസ് കൂട്ടണം. അപ്പം ഞാൻ എൻ്റെ ഉൽപ്പന്നം 90 രൂപക്കോ 100 രൂപക്കോ എൻ്റെ അരി വിറ്റ് ഞാൻ എൻ്റെ അരി, അതായത് എനിക്ക് സ്റ്റോക്കുള്ള നെല്ല് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഇമ്പോർട്ടൻസ്. അപ്പം ഞാൻ ഹോൾസെയിലിന് കൊടുത്താലും, ഹോൾസെയിലിന് ഇപ്പം ഞാൻ 78 80 രൂപയ്ക്ക് ഞാൻ ഹോൾസെയിലിന് കൊടുക്കുന്നത്. പക്ഷേ റീറ്റെയിലിൽ എനിക്ക് 90 100 രൂപയിൽ കൂട്ടാൻ എന്നെ അനുവദിക്കാത്തത് അതെൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കതയാണോ അതല്ല, എനിക്കത് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങില്ല എന്നുള്ളൊരു ഭയമാവാം. പക്ഷേ ഈ ആളുകൾ വാങ്ങില്ല എന്ന് പറയാൻ കാരണം 2017 മുതൽ കൃഷി ചെയ്യുമ്പം ഉള്ള ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങിയ കർഷകർ തന്നെ എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല. നമ്മൾ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അവർ നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണത്.
അപ്പം ഞാൻ എപ്പോഴും ഫിയർ ചെയ്യുകയാണ്, ഞാൻ എൻ്റെ സാധനം എനിക്കത് പറ്റണില്ല, 100 രൂപയ്ക്ക് കൂടുതൽ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെ പോലെയുള്ള സംരംഭകരെ നമുക്ക് എന്താ പറയുക, നമ്മൾ അവരുമായിട്ടൊരു എന്താ പറയുക പ്രശ്നം വരുന്നത് അവിടെ വെച്ചാൽ. പക്ഷെ അതെങ്ങനെ മറികടക്കും? ഒന്നുകിൽ ഞങ്ങളുടെ നെല്ല് നിങ്ങൾ സംരംഭകരെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു 28 രൂപക്കാണെങ്കിൽ ഞങ്ങൾ നെല്ല് തരാൻ തയ്യാറാണ്. ചോദ്യങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചു കഴിഞ്ഞിട്ട് അതെ ചോദിക്കും, ഒന്നും കൂടി ചോദിക്കും. എൻ്റെ പേര് ലെനീഷ് എന്നാണ്, ഞാൻ മാനന്തവാടിയാണ്. ഞാനിതിൽ പറയാൻ വന്ന കാര്യം, ഞാൻ ഒരു ഫുൾ ടൈം കർഷകനാണ്. മറ്റൊരു രീതിയിൽ നിലവിൽ എനിക്ക് വരുമാനമില്ല. ഞാൻ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. മുമ്പ് ജോലി ചെയ്തിരുന്നു, ശ്രീദേവിച്ചിൻ്റെയും ഇല്യാസിൻ്റെ ഒപ്പം തണലിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പൂർണ്ണമായും കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ഈ മാർച്ച് മാസം ഏപ്രിൽ ആദ്യം വരെ ഫുൾ ജൈവ കർഷകനുമായിരുന്നു. ഏപ്രിൽ മാസം തൊട്ട് ഞാൻ കുറച്ച് രാസകൃഷി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ എന്താ പറയുക, പൂർണ്ണമായി ജൈവം ചെയ്ത് കൃഷി ചെയ്ത് ഒരു ആൾക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഇന്നിവിടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു 1000 ചെറുപ്പക്കാർ, ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി 40 വയസ്സിൻ്റെ അടുത്താണ്, 37 വയസ്സായ ഒരാളാണ്. ഒരു 25 വയസ്സോ 30 വയസ്സുള്ള ഒരു 1000 ചെറുപ്പക്കാർ ഒരു 5 ഏക്കർ വെച്ച് കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് കേരളത്തിൽ തീരുമാനിച്ചാൽ ആ 1000 ചെറുപ്പക്കാരുടെ ജീവിതം കുഴഞ്ഞാട്ടിയാവുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പറ്റുന്ന വെച്ചാൽ നമ്മളൊക്കെ ഇത് കുറേ കൂടി ചിലവാക്കി നമുക്കിപ്പോൾ തിരിച്ചൊരു ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും, രാസകൃഷിയോ മറ്റു പലതും ഒരു ഇടക്കാലത്ത് ആശ്രയിക്കും, മറ്റൊന്നും കിട്ടിയാൽ പോകുമായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു വലിയ പ്രശ്നങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു സാധനം വെച്ചാൽ, നമ്മളൊരു സാധനം ഇപ്പം നെല്ലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ കുറേ കണക്കുകൾ പറഞ്ഞപ്പോൾ നമ്മളൊരു വയലിൻ്റെ ഉൽപ്പാദന മൂല്യം പൈസയിൽ കണക്കാക്കുമ്പോൾ എത്ര രൂപ കാണുന്നുണ്ടെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ 1 ഏക്കർ വാഴക്കൃഷി ചെയ്താൽ, ഇവിടെ വാഴക്കൃഷി ചെയ്യുന്ന കർഷകർ ഒരുപാടുണ്ടാവും. അവർക്കൊരു എന്താ പറയുക, ഒരു 10-15 കിലോയുടെ ഒരു 1000 കൊലകൾ കിട്ടുകയാണെങ്കിൽ കിട്ടുന്നൊരു പൈസയുണ്ട്. ആ പൈസ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഒരാൾ നെൽകൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് വരുന്നൊരു നഷ്ടമുണ്ടല്ലോ. എന്തിനൊരു കർഷകൻ അങ്ങനെ ജൈവ കൃഷി ചെയ്തിട്ട് ചിലവ് കൂട്ടിയിട്ട് ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം എൻ്റെ കൂടെയുള്ള എനിക്ക് ഏകദേശം 1 ഏക്കർ നെൽകൃഷി ചെയ്യുമ്പോൾ 50,000-60,000 രൂപേൻ്റെ ഇടയിൽ കോസ്റ്റ് വരുന്നുണ്ട്. ഒരു രാസകൃഷി ചെയ്യുന്ന, പ്രത്യേകിച്ച് കളനാശിനി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന, രാസവളങ്ങളും കളനാശിനിയുടെ കോമ്പിനേഷൻ കൃഷി ചെയ്യുന്നത് 20,000-25,000 രൂപയ്ക്ക് കോസ്റ്റ് കടന്നു പോകും. പാട്ടം കൂടാണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയും ചിലവോട് കൂടിയിട്ട്, ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഒരു അരി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ എന്ത് പച്ചക്കറി എന്തുണ്ടാക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊരു ന്യായമായ പൈസ ഉണ്ടാക്കി വിറ്റ് ജീവിക്കാൻ പറ്റുന്നതൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഈ ഓർഗാനിക് മൂവ്മെൻറ്റിനെ പറഞ്ഞ് ജൈവ കർഷകരെ ഉണ്ടാക്കുക, ഇപ്പം സ്വന്തം ആവശ്യത്തിന് ജൈവ കൃഷി ഉണ്ടാക്കുന്ന രീതിയിലുള്ള അടക്കല കൃഷി മൂവ്മെൻറ്റുകൾ ഇങ്ങനെ പോകുന്നതിൽ ഒരു തടസ്സമില്ല. മറിച്ച് ജൈവ കർഷക സമിതി പോലുള്ള ഒരു സമൂഹത്തിൽ വലിയ രീതിയിൽ മാറ്റം, കർഷകരടക്കം ജൈവ കൃഷിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ ഈ രീതിയിലുള്ള പ്രവർത്തനം പറ്റില്ല. എനിക്ക് തോന്നുന്നൊരു കാര്യത്തിൽ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. കൺസ്യൂമർ എന്ന നിലയിൽ സാധാരണ സ്വന്തമായിട്ട് മൊത്തരി ഉണ്ടാക്കി ജീവിക്കുന്നവരും ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കുന്നവരും ഞാൻ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. മറിച്ച് കുറച്ച് കൃഷിയുണ്ട്, മറ്റൊരു ജോലിയുണ്ട്, ഉപജീവനത്തിന് വരുമാനമുണ്ട്, പല രീതിയിൽ ആശ്രയിക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ജൈവ കൃഷിയും ഈ മണ്ണും പരിസ്ഥിതിയൊക്കെ മുന്നോട്ട്, ജൈവ കൃഷിയുടെ ഏറ്റവും, ഞാൻ ജൈവ കൃഷിയിലേക്ക് വരുമ്പം എൻ്റെ മനസ്സിലുള്ള പരിസ്ഥിതി എന്നുള്ള രാഷ്ട്രീയത്തിനാണ് ഞാൻ ജൈവ കൃഷിയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ജൈവ കൃഷിയും പരിസ്ഥിതിയൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ വേറെ ഇങ്ങനത്തെ ക്യാമ്പിനൊന്നും പങ്കെടുത്തില്ല സാറില്ല, ജൈവം വാങ്ങി തിന്നാനുള്ള ഒരു മനസ്സ് നമ്മൾക്കില്ലെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ്, ജൈവം വാങ്ങി തിന്നാന്നുള്ള. ഇത് പറയുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു 90% സാധനം ജൈവം തന്നെയാണ് കഴിക്കുന്നത്. മീനും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ജൈവം അല്ലാണ്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു കൺസ്യൂമർ മൂവ്മെൻ്റ് എന്ന രീതിയിൽ കൂടുതൽ ശക്തിപ്പെട്ട് ജൈവം വാങ്ങി തിന്നാൻ തയ്യാറല്ലാതെ, നമ്മൾ പരമാവധി ജൈവം വാങ്ങി തിന്നാൻ നമ്മളൊരു സമൂഹം തയ്യാറായില്ലെങ്കിൽ പുതിയ ജൈവ കർഷകരൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെ ജൈവ കർഷകരെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചെറിയ അടുക്കളത്തോട്ടം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കൂട്ടായ്മയായി ചുരുങ്ങും. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഭാവിയാണ് എനിക്ക് കൂടുതൽ കാണുന്നത്. ജൈവ കൃഷിയിലെ ഒരു ലാഭമാണ് നമ്മൾക്കൊക്കെ വേണ്ടത്. ഇപ്പം മാഡം പറഞ്ഞ മാതിരി നമുക്ക് ലാഭമുള്ള നമുക്ക് എല്ലാവർക്കും വേണ്ടത്. പക്ഷേ ഈ ലാഭം നമുക്ക്, നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാ വെച്ചാൽ, നമ്മൾക്കിതിന് വേണ്ടുന്ന കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയല്ല. എൻ്റെ ഒരു അഭിപ്രായം പറയാം, ഈ കൂട്ടായ്മ വലിയ കൂട്ടായ്മയാണ് വേണ്ടത്. അപ്പം ഞാനെന്താ പറയുക വെച്ചാൽ, നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മൾക്ക് ഇതിനൊരു നല്ലൊരു ഷോപ്പ് വേണം.
അത് ഓരോ പഞ്ചായത്തിലും ഇപ്പം അതിന് പണമില്ലാത്ത അവസ്ഥയൊന്നും ഇപ്പോൾ ഇവിടെ നിലവിലില്ല. പണം ഇഷ്ടം പോലെ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ കോടികൾ കിടക്കുന്നു. ഇത് വെറുതെ വേസ്റ്റാക്കി പോവുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു വലിയൊരു ഷോപ്പ് നമുക്ക് ഓരോ പഞ്ചായത്തിലും ആവശ്യമാണ്. അവിടെ ഭക്ഷ്യ സുരക്ഷാ സംസ്കരണ യൂണിറ്റുകൾ ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അങ്ങനെ നമുക്ക് എന്തൊക്കെ കൊടുക്കൽ വാങ്ങൽ, പഞ്ചായത്തുകൾക്ക് തമ്മിൽ കൊടുക്കൽ വാങ്ങൽ, അത് ഇന്ത്യ മൊത്തം അങ്ങനെ ഒരു സംവിധാനം വരികയാണെങ്കിൽ ഈ ജൈവ കൃഷിക്ക് 100% വിജയം ഉണ്ടാവുമെന്നാണ് എൻ്റെ അനുഭവം. 22 വർഷമായിട്ട് ഞാൻ കാർഷിക രംഗത്തുണ്ട്. ലോഡ് കണക്കിൽ പച്ചക്കറികളും പഴങ്ങളും എടുക്കുന്ന ഒരാളാണ്. ഞാനിപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നെ അവിടെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ജൈവ കർഷകരെ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ട് അവിടെ ഏതാണ് ഇതിന് മുൻഗണന കൊടുക്കുന്ന ആളുകൾ വെച്ചാൽ അവർ ബന്ധം എന്തൊരു സംശയം ഉണ്ടെങ്കിൽ, അറിവിൻ്റെ കുറവുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ജൈവ കൃഷി എങ്ങനെ ചെയ്യണം. ജൈവ വളം ഉപയോഗിച്ചില്ല, അത് നമ്മൾ മനുഷ്യന്മാർ ആദ്യം തിരിച്ചറിയുന്നില്ല. അതാണ് ഇപ്പോൾ ഇതിനൊക്കെ നഷ്ടം ഇത് പോരായ്മയുള്ളൊരു അഭിപ്രായം വരാനുള്ള കാരണം അതാണ്. അപ്പോൾ പരമാവധി ഞാൻ പഠിച്ച എല്ലാവരുമായിട്ടും നല്ല സൗഹാർദ്ദത്തിൽ ഇത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. 100% നമ്മൾ നാട്ടിൽ എല്ലാവർക്കും ജൈവ ഭക്ഷണം കഴിക്കാം, നല്ല വരുമാനം ഉണ്ടാക്കാം. അതിന് പറ്റിയൊരു സംവിധാനം തന്നെയാണ് ജൈവ കൃഷി രീതി എന്നുള്ളതാണ് ഒരു അഭിപ്രായം. നമുക്ക് ഇത് ഇവരുടെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഇപ്പോൾ പവിത്ര അതുപോലെ ലെനീഷൊക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ജൈവ കർഷകൻ എന്നുള്ള രീതിയിൽ കേരളത്തിൽ കൃഷി വരുമാനമായി മാത്രം കൊണ്ടു നടക്കാൻ നമ്മൾ കാൽപ്പനികമായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വലിയ പ്രയാസമാണ്. അപ്പോൾ അതിന് കാരണം വിപണി തന്നെയാണ്. നമ്മളെല്ലാം പറയുമെങ്കിലും ഈ പറയുന്ന സംഗമങ്ങളിൽ കൂടുകയും നമ്മൾ പോലും അത്രത്തോളം ഇത് വാങ്ങി കഴിക്കുന്നുണ്ടെന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നുന്നത് മറുപടിയായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഞാൻ മറുപടി പറയേണ്ട ചോദ്യങ്ങളായിട്ടല്ല ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പൊതുവായിട്ട് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയത്തെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, കർഷകശ്രീയോ കർഷകനോ അല്ലെങ്കിൽ മനോരമയുടെയോ മാതൃഭൂമിയുടെയോ കാർഷിക പേജുകളിലെയോ വിജയഗാഥകൾ അടിസ്ഥാനമാക്കി കൃഷിയിലേക്ക് ഇറങ്ങിയാൽ നമ്മളൊക്കെ കൈകൊള്ളും. അവിടെയല്ല യാഥാർത്ഥ്യം കിടക്കുന്നത്. ജൈവ കൃഷിയിലും അവർ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നുണ്ടെന്നല്ലോ മറക്കാതിരിക്കുക. അവർ പഴങ്ങളുടെയോ വിചിത്ര ഫലങ്ങളുടെയൊക്കെ വിജയഗാഥകൾ മാത്രമല്ല പറയുന്നത്. ജൈവ കൃഷിയിലൂടെ 100 മേനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. യാഥാർത്ഥ്യം അല്പം കൂടെ വ്യത്യാസമുണ്ട്. പക്ഷെ 2-3 ഇവിടെ ലെനീഷും പവിത്രയും പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു പ്രതികരണം വേണം എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, എൻ്റെ നെല്ല് കെട്ടിക്കിടക്കും. വിലയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഞാൻ 70 രൂപയിൽ കൂടുതൽ അരി വിൽക്കാൻ ശ്രമിച്ചാൽ എൻ്റെ നെല്ല് അവിടെ ഇരുന്ന് പോകും. എനിക്ക് ഈ നെല്ല് എത്രയും പെട്ടെന്ന് വിറ്റൊഴിഞ്ഞിട്ട് വേണം അതിൻ്റെ കാശും തിരിച്ചു കിട്ടിയിട്ട് വേണം അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാൻ. ഈ ചലഞ്ച് എപ്പോഴും മനസ്സിൽ വെക്കണം എന്നെനിക്ക് തോന്നുന്നു. 2 കാര്യങ്ങൾ. എല്ലാ സമയത്തും നിങ്ങൾ ഉൽപ്പാദനത്തോടൊപ്പം, അതായത് കൃഷി എന്നുള്ള നിലയ്ക്കുള്ള ഉൽപ്പാദനത്തോടൊപ്പം സംരംഭകത്വം കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. എപ്പോഴും ഒരു പ്ലാൻ ബി മനസ്സിലുണ്ടാവും. ഈ പ്ലാൻ ബി എന്ന് പറയുന്നത് ആദ്യത്തെ പ്ലാൻ പവിത്രയുടെ മനസ്സിലുള്ള പ്ലാനാണ്. ഞാനിത് അരിയാക്കി നല്ല ലാഭത്തിൽ വിൽക്കാൻ ശ്രമിക്കും എന്നുള്ള പ്ലാൻ എ ഉണ്ടായിക്കോട്ടെ. എല്ലാ സമയത്തും വിപണി എന്ന് പറയുന്നതും സംരംഭകത്വം എന്ന് പറയുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ മാറ്റി നിർത്തിയത് അനിശ്ചിതത്വം, റിസ്ക്. അനിശ്ചിതത്വം എന്നുള്ളത് ബിസിനസ്സിൻ്റെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പ്ലാൻ ബി ഉണ്ടാവണം. എല്ലാ സമയത്തും എൻ്റെ എൻ്റെ നെല്ല് എനിക്ക് അരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരി അല്ലാതെ വേറെ എന്തെങ്കിലും ഉൽപ്പന്നമാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷേ ഒരു വിപണിയിൽ തന്നെ ലക്ഷ്യമിടണം. ഞാൻ അരിയാക്കി മാറ്റുകയും കൂടുതൽ മൂല്യവർദ്ധനവ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കുകയും കൂടുതൽ ഇതിലെ മൂല്യം എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല സമീപനം. പക്ഷേ നെല്ല് എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ കൈയൊഴിഞ്ഞും എൻ്റെ തടി കേടാക്കാതിരിക്കാനുള്ള പ്ലാൻ ബിയും എല്ലാ സമയത്തും മനസ്സിലുണ്ടാവണം. ഐഡൻറ്റിഫൈ ചെയ്തേ പറ്റൂ. എല്ലാ സമയത്തും ഞാൻ കാണുന്ന ഇത് തിരുനെല്ലി പഞ്ചായത്തിൽ NRLM സ്കീമിൽ 800ഓളം കർഷകരെ അഹമഹിമയ എല്ലാവരും കൂടെ പ്രോത്സാഹിപ്പിച്ച്, ലെനീഷിനറിയാം ഈ കഥ,
നെൽകൃഷി ചെയ്യിക്കുന്നു. അതിനുശേഷം കൊയ്യാൻ നേരത്തെ ആലോചിക്കുന്നത് എവിടെ വിറ്റഴിക്കുന്നു. അത് ഉത്തരവാദിത്വമില്ലായ്മയാണ്. കൂട്ടായ്മ എന്ന നിലയ്ക്ക് ചെയ്യുമ്പോഴും വ്യക്തികൾ എന്ന നിലയ്ക്ക് ചെയ്യുമ്പോഴും എല്ലാ സമയത്തും പ്ലാൻ ബി ഉണ്ടാവണം. ആ പ്ലാൻ ബിയുടെ കൂടി ഒരു ബലത്തിലായിരിക്കണം നമ്മുടെ ഇവിടുത്തെ മൂല്യവർദ്ധന സംരംഭങ്ങൾ. കൂടുതൽ മൂല്യം എങ്ങനെ ഈ മൂല്യ ശൃംഖലയിൽ, ഒരു മൂല്യ ശൃംഖലയാണല്ലോ നമ്മളുടെ. നമ്മൾ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് മില്ലിൽ കൊണ്ടുപോയി കുത്തുന്നു, അപ്പോൾ അവിടെ ഒരു ഇടപെടലുണ്ട്, മൂല്യവർദ്ധനമുണ്ട്, ഒരു കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുന്നു. ഈ മൂല്യ ശൃംഖലയിൽ എവിടം വരെ നമുക്ക് പോകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ചിലർ തീരുമാനിക്കും ഞാനിതൊന്നുമില്ല, ഞാൻ എൻ്റെ അവസാനം ബ്രാൻഡഡായിട്ട് പവിത്ര റൈസ് എന്ന് പറഞ്ഞ് മാത്രമേ ഇത് മാർക്കറ്റിൽ ഇറക്കുള്ളൂ, അതുകൊണ്ട് ഇതിന് 130 രൂപ വില വേണം എന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. വേറെ ആൾ അതേസമയം മനസ്സിൽ കാണേണ്ടത് അതിന് 70 രൂപയിൽ കൂടുതൽ വിൽക്കാനുള്ള ത്രാണി വേർവിധോൾ എനിക്കിപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെ, പവിത്ര അവസാനം പറഞ്ഞ ആ സെൻറ്റൻസ് ഉണ്ട്, 25 രൂപയ്ക്കെങ്കിലും എൻ്റെ നെല്ല് എങ്ങനെ എനിക്ക് വിറ്റഴിക്കാം എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടേ പറ്റൂ. മറക്കരുത്, 27 രൂപ 80 പൈസയ്ക്ക് കഴിഞ്ഞ വർഷം സർക്കാർ നെല്ല് എടുത്തിട്ടുണ്ട്. 28-20 ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൂട്ടിയ തുകയും കൂടെ കേരള സർക്കാർ കൂട്ടി വെക്കുകയാണെങ്കിൽ 34 രൂപയ്ക്കെങ്കിലും നമുക്ക് നെല്ലിന് വില കിട്ടേണ്ട, അവരത് അമക്കി, അത് പോട്ടെ. പക്ഷെ നമ്മൾ ഈ പ്ലാൻ ബി എപ്പോഴും മനസ്സിലുണ്ടാവണം. ലെനിഷ് പറഞ്ഞൊരു കാര്യത്തിലൂടെ കിടന്നിട്ട് ഞാൻ നിർത്താം. കൃഷിയെ, ജൈവ കൃഷിയെ കൃഷിയുടെ മാത്രം തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പുണ്ടാവുമോ എന്നുള്ള വളരെ പ്രകടമായിട്ടുള്ള സംശയമാണ് ലെനിഷ് ഉന്നയിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നും പറയുന്നു പറ്റും. നമ്മുടെ 25 വർഷത്തെ ജൈവകർഷക സമിതിയുടെ 32ാം വാർഷികമാണ് നടക്കുന്നത്. അപ്പം 3 പതിറ്റാണ്ട് കാലത്തെ അനുഭവത്തും ഈ പതിറ്റാണ്ട് കാലത്തെ അനുഭവത്തിൽ വാഗ്ദാനങ്ങളുടെയോ പ്രതീക്ഷകളുടെയോ ഒരു ശവപ്പറമ്പായി കേരളത്തിൻ്റെ ജൈവകൃഷി മണ്ഡലമോ കൃഷി മണ്ഡലം ആകെയോ മാറിയിട്ടുണ്ടെങ്കിലും ഞാൻ ഉറപ്പ് പറയുന്നു പറ്റും. വേണ്ടത് ഏത് തരത്തിലുള്ള കൂട്ടിയിണക്കലുകളാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. നെറ്റ്വർക്കിംഗ് ഏത് തരത്തിലാണ് നമ്മൾ നടത്തുന്നുള്ളതാണ്. അവിടെ ഇപ്പോഴും സംഭവിക്കുന്നത് നമ്മളെല്ലാം കൊച്ചു തുരുത്തുകളായി നിൽക്കുന്നതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു അഭിമാനമായിട്ടും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈഗോകൾ ഇങ്ങനെ വല്ലാതെ ത്രസിച്ച് നിൽക്കുന്നതിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട്. പല രീതിയിലായിട്ട് ഈ പ്രശ്നങ്ങളുണ്ട്. മറക്കരുത്, സർട്ടിഫിക്കേഷൻ്റെ ഒരു ലാഞ്ചന ഈ പ്രദേശത്തുകൂടി കടന്നു പോയപ്പോഴത്തേക്കും ആദ്യകാലത്ത് ഈ നേതൃത്വം വരുന്നതിന് മുമ്പ് കേരള ജൈവകർഷക സമിതിയുടെ നിലപാടെന്തായിരുന്നു എന്നുള്ളത് മറക്കരുത്. വിപണനം കേരളത്തിൽ എലമെൻസിൻ്റെ ഇത് 25ാം വർഷമാണ് നമ്മളുടെ. ഇത് ആദ്യമായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൃശ്ശൂർ കേരള ജൈവകർഷക സമിതിയുടെ മീറ്റിങ്ങിൽ ഡോക്ടർ പോൾ നീലങ്കാവിൻ്റെ വീട്ടിൽ വെച്ചാണ്. അന്ന് ഞാൻ അഭിമുഖീകരിച്ച നെറ്റ് ചുളിക്കളികൾ ഇന്നും ബാക്കി നിൽക്കുന്നു. അപ്പോൾ എവിടെയാണ് ഈ കൂട്ടിയിണക്കലുകൾ നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉത്തരങ്ങൾ പറയുകയല്ല അവിടെ, പക്ഷെ ആ വഴിക്ക് ശ്രദ്ധ പോയേ പറ്റൂ. ഒരു വശത്ത് ഈ കൂട്ടിയിണക്കളിൽ ഇല്ലാത്തതുകൊണ്ട് ഈ സ്വപ്നങ്ങളുടെ കണ്ണുകളുമായിട്ട് ഇറങ്ങിയ എത്രയോ യുവ സംരംഭകർ അവരുടെ ഷോപ്പ് മാറാല പിടിച്ച് കിടക്കുന്നുണ്ട്. മറുവശത്ത് ഇവിടെ പവിത്ര പറയുന്നു 26 രൂപയെങ്കിലും കിട്ടുകയാണെങ്കിൽ എൻ്റെ നെല്ല് ഞാൻ കൊടുത്തേനെന്ന്. ഈ ഇണക്കലാണ് നടക്കാതെ പോകുന്നത്. കേരളത്തിലൊരു വ്യാപകമായി നെൽകൃഷി നടത്തുന്ന, പ്രത്യേകിച്ചും കൂട്ടായ്മയിലൂടെ നടത്തുന്ന ഏതാണ്ട് എല്ലാ സംരംഭങ്ങളിൽ നിന്നും, മലബാറിലുള്ള ഏതാണ്ട് എല്ലാ സംരംഭങ്ങളിൽ നിന്നും നെല്ല് വാങ്ങുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, ഈ കൂട്ടിയിണക്കലുകൾ നടക്കേണ്ടതുണ്ട്. അതിവിടെ നടക്കണം എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ, ജൈവ ഉൽപ്പന്നത്തിന് പ്രീമിയം വില വേണമെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജൈവ ഉൽപ്പന്നത്തിന് ഫൈൻ ഈടാക്കുന്ന ഒരേ ഒരു സംസ്ഥാനം നെല്ലിൻ്റെ കാര്യത്തിൽ കേരളമാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഫൈൻ ഞാൻ പറഞ്ഞ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞ സർക്കാരിൻ്റെ വില എത്രയാണ്? 28-20. സ്വാഭാവികമായിട്ടും സർക്കാർ 28-20 കർഷകന് കൊടുക്കുമ്പോൾ നമ്മൾ ജൈവ കർഷകൻ്റെ അടുത്ത് പോയിട്ട് 28 രൂപ എന്നാൽ പവിത്രയുടെ 26 എന്ന് പറഞ്ഞാൽ തല്ലിട്ടില്ലല്ലോ. 32 രൂപയെങ്കിലും കൊടുത്ത് നമ്മൾ നെല്ല് വാങ്ങണം. ഈ നെല്ല് എന്തുമായിട്ട് എന്നിട്ട് ഈ അരി എന്നിട്ട് എന്തുമായിട്ടാണ് മത്സരിക്കേണ്ടത്? സർക്കാരിൻ്റെ 28-20 എന്ന് പറയുന്ന തുക ഇതിൽ എത്രയാണ് സർക്കാരിൻ്റെ സബ്സിഡി? കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ആ നെല്ലിൻ്റെ വില 16 രൂപയാണ്. 16 രൂപയോളം 14 രൂപയോളം മാത്രം വിലയുള്ള നെല്ലിൽ നിന്നുണ്ടാക്കുന്ന അരിയുമായിട്ടാണ്
32 രൂപ ഇന്ന് എലമെൻസ് കൊടുക്കുന്ന വിലയിലുള്ള നെല്ല് മത്സരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കേണ്ടത് ഈ 50 രൂപയുടെ പൊതു മാർക്കറ്റിലുള്ള അരിയുടെ കണക്കും നമ്മളുടെ 70-ൻ്റെയോ 90-ൻ്റെയോ കണക്കും നമ്മളുടെ അന്തരത്തെക്കുറിച്ച് നമ്മൾ അപ്പോഴാണ് കേൾക്കുന്നത്. എന്തുകൊണ്ട് കേരള ജൈവകർഷക സമിതിക്ക് ഞാൻ എല്ലാ സമയത്തും പറയായിരുന്നു, നിങ്ങൾക്ക് മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് വരുന്ന കൃഷിമന്ത്രി 2 വട്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, മുല്ലക്കര രത്നാകരനായിട്ടും സുനിൽകുമാറായിട്ടും. ഇതുവരെയും ഈ നെല്ല് സംഭരണത്തിൽ ഈ കടുത്ത അനീതി അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതായത് ജൈവ കർഷകർ ഉൽപ്പാദിക്കുന്ന ആ സപ്ലൈ ചെയിനോട് ഇത് കൊടുത്താൽ മതി. കേരളത്തിലെ മില്ലുടമകൾ വഴിയാണ് ഈ വിഷമുള്ള അരി മുഴുവൻ ഈ കേന്ദ്ര സബ്സിഡി കൊടുത്തിട്ട് അവർ വാങ്ങുന്നത്. ആ തുക കൂടി നമ്മളുടെ ഈ 32 രൂപയുടെ ഈ നമ്മൾ വാങ്ങുന്ന അരിയിലേക്ക് കൂട്ടിച്ചേർക്കാനായാൽ ഓരോ ജൈവ കർഷകരും ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിനും നമുക്ക് 40 രൂപ 42 രൂപയോളം കിലോയ്ക്ക് കൊടുക്കാൻ പറ്റും. ആ വില കൊടുത്തു കഴിഞ്ഞാലും എലമെൻസിൽ ഇന്ന് മാർക്കറ്റിൽ ഇറക്കുന്ന അരിയുടെ വില കൂടില്ല. കാരണം അതിലേക്ക് ഇത്രയും സബ്സിഡി കമ്പൗണ്ട് കൂടി, വിഷം അടിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സബ്സിഡി ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുന്ന സംവിധാനത്തിന് കഴിഞ്ഞ 15ഓളം വർഷമായിട്ട് മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളുടെ തന്നെ. നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ KT ജലീൽ MLA ഒന്ന് പ്രസംഗിക്കുന്നു, നിങ്ങളുടെ ഇതിന് മുമ്പുള്ള സംസ്ഥാന സമ്മേളനത്തിൽ മിക്കവാറും കൃഷിമന്ത്രിമാരെല്ലാം വരുന്നു. കേരളത്തിൽ ആദ്യമായി ജൈവ കൃഷി നയമുണ്ടാക്കിയ സംസ്ഥാനം എന്ന നിലയ്ക്ക് മുല്ലക്കര രത്നാകരൻ്റെ കാലത്ത് നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ മുഴുവൻ കയ്യടി നേടുന്നു. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ സ്റ്റെപ്പ്, കൃഷി സുസ്ഥിരമായി കൊണ്ടു നടക്കുന്ന, നിങ്ങളുടെ ജലാശയങ്ങളെ വിഷമുക്തമാക്കുന്ന, നിങ്ങളുടെ പാടശേഖരങ്ങൾ വിഷം മുറ്റിയാൽ നിങ്ങളുടെ എല്ലാ ജലസ്രോതസ്സുകളിലും വിഷം മുറ്റുന്നതാവും. അതിനെ വിമുക്തമാക്കുന്ന ഈ സംരംഭത്തിന് മാത്രം ഈ ഫൈനോട് കൂടിയിട്ട് കൃഷി ചെയ്യേണ്ടി വരുന്നു. ഇത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമുക്ക് ഇത്തരത്തിലുള്ള ലിങ്കേജുകൾ, ഇത്തരത്തിലുള്ള കൂട്ടി ഇണക്കലുകൾ എവിടെയൊക്കെ സാധ്യമാവും എന്നുള്ളത് അന്വേഷിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഞാൻ പറയുന്നു അതിനു മാത്രം സംരംഭകത്വങ്ങൾ ബാക്കിയുണ്ട്. എന്തുകൊണ്ട്? ഒരു ചെറിയ ഉദാഹരണം, എന്തുകൊണ്ട് സീറോ പ്ലാസ്റ്റിക്കിൽ വിപണനം നടത്തുന്ന, സീറോ പാക്കിങ്ങിൽ വിപണനം നടത്തുന്ന കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സ്റ്റോറുണ്ട് എറണാകുളത്തിനടുത്ത്, സം ജോൺ. ജൈവ ഉൽപ്പന്നമല്ല ചെയ്യുന്നത്. ഒരു വശത്ത് വലിയൊരു വിപത്തിനെ ഡീൽ ചെയ്യുന്നൊരു സംവിധാനം, മറുവശത്ത് ജൈവ ഉൽപ്പന്നങ്ങളല്ല വിപണനം ചെയ്യുന്നത്. നമ്മൾ എനിക്ക് നോക്കൂ, ഞാൻ ശ്രദ്ധ കൊടുക്കുന്ന ഈ ഒരു മേഖലയിലാണ്. ദയവായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇനി ഇത് ജൈവം അല്ലാത്തതിൻ്റെ ഭാരം കൂടെ നിങ്ങളുടെ തലയിൽ വെക്കണമെന്ന് പറയരുത്. എല്ലാ സമയത്തും എലമെൻറ്റ്സ് കുറേ കാലം വലിയ നിഷ്ഠയോടുകൂടി ഒരു പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ തുണിസഞ്ചിയിലും കടലാസിലും ഒക്കെ പൊതിഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ഇടയ്ക്ക് പറയാൻ തുടങ്ങി, അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലാഞ്ചന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചില ഹോളിയർ ദാൻ ദൗ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നിട്ട് ഞെട്ടി വിളിക്കും. ഞാൻ പറയുന്നു, ഏതെങ്കിലും ഒരു ചൂട് വെക്കുന്ന ആൾക്കാരുടെ അടുത്താൽ ബാക്കി എല്ലാ ഭാരവും നിങ്ങൾ കൊണ്ടുപോയി തലയിൽ വെക്കേണ്ടത്. ഓ, ജൈവ കൃഷി ചെയ്യുന്നവരല്ലേ, എന്നിട്ട് പ്ലാസ്റ്റിക് ചെയ്തോ. അപ്പുറത്ത് പ്ലാസ്റ്റിക് ഒഴിവാക്കുന്ന ആൾ, അയാൾ പ്ലാസ്റ്റിക് ഒഴിവാക്കി, പക്ഷേ അവിടെയുള്ള സാധനം മുഴുവൻ വിഷമാണ്. ഇവിടെയാണ് ഈ കോർക്കലുകൾ വരേണ്ടത്, നമ്മുടെ ലിങ്കേജസ് ഉണ്ടാവേണ്ടത്. അത് സാധ്യമാണ് കേരളത്തിൽ. സംരംഭകത്വം അതിൽ പ്രധാനമാണ്. ഏറ്റവും പ്രധാനമായി മറക്കാതിരിക്കുക, കേരളത്തിൽ നിന്നും വരുന്ന ഒരു ജൈവ ഹോൾസെയിലർ നമുക്കില്ല ഇതുവരെ എന്നുള്ളത്. നമുക്കുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ബയോബേസിക്സിനടക്കം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. ഒട്ടനേകം ബയോബേസിക്സിൻ്റെയൊക്കെ നമ്മൾക്ക് പരിചയമുള്ള, നമുക്ക് ട്രേസബിലിറ്റി ഉള്ള ഒരു ഇതാണെന്ന് വെക്കാം. പക്ഷെ നിങ്ങളുടെ ഇന്ന് ഓർഗാനിക് ഷോപ്പുകൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാ സ്ഥലത്തും, നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളിലും നിരന്നിരിക്കുന്ന ഒരു ബ്രാൻഡഡ് ഓർഗാനിക് ഉൽപ്പന്നത്തിനും ട്രേസബിലിറ്റി ഇല്ല എന്നുള്ളത് മറക്കരുത്. ഈ ട്രേസബിൾ ഒറിജിനുള്ള എന്ന് പറഞ്ഞാൽ ഈ അരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇത് പവിത്ര ഇന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്ന അരി, ലെനീഷ് ഇന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്ന അരി എന്ന് പറയാവുന്ന ട്രേസബിൾ ഒറിജിനുള്ള ഉൽപ്പന്നങ്ങൾക്കെങ്കിലും നമുക്ക് ഒരു ഹോൾസെയിൽ സംവിധാനം കേരളത്തിൽ സാധ്യമല്ലേ? ഇത്രയും ചെറു സംരംഭങ്ങൾ പയ്യന്നൂർ തൊട്ട്, പയ്യന്നൂർ അപ്പുറം തൊട്ട് ഏതാണ്ട് നെയ്യാറ്റിൻകര വരെ ചെറു സംരംഭങ്ങളായി നിൽക്കുന്നു. മിക്കവാറും എല്ലാവരും തന്നെ നിലനിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഇതുവരെ നമ്മൾ പരസ്പര സഹകരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല? ഏറ്റവും ലളിതമായി നമ്മുടെ പച്ചക്കറി മുഴുവൻ ജൈവ കൃഷി പച്ചക്കറി അടക്കം വരുന്ന ഊട്ടിയിൽ നിന്നാണ്. ഈ എല്ലാ സംരംഭങ്ങൾക്കും വേണ്ടി തന്നെ വേറെ വേറെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് മത്സരത്തിൻ്റെയാണ് ആവശ്യം? ഈ എല്ലാ കടകൾക്കും വേണ്ടിയിട്ട് കൊടുക്കാവുന്നത്രയും ഒരു ബിസിനസ് കേസ് വരെ ഉണ്ട് അതിന്. ലിങ്കേജസ്,
ഏറ്റവും പ്രധാനം അതാണ്. ജൈവ കൃഷി എന്നല്ല, ഏതു തരം കൃഷിക്കും ഇത്തരത്തിലുള്ള ഈ ബന്ധങ്ങൾ സാധ്യമാണെങ്കിൽ നിലനിൽക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം നീളുന്ന നമ്മുടെ വാർഷിക സമ്മേളനത്തിലെ അവസാന സെമിനാറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംരംഭകത്വം അല്ലെങ്കിൽ ജൈവ സംരംഭകത്വം എന്നുള്ള വിഷയത്തിൽ നമ്മളുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു അവതരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ ജൈവ വിപണനത്തെക്കുറിച്ച്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നമ്മളുടെ ആ കണ്ണാടി നമുക്ക് നേരെ തന്നെ തിരിച്ചു വെച്ചുകൊണ്ടാണ് ശ്രീ ടോമി മാത്യു നമ്മളുമായി സംവദിച്ചത്. അദ്ദേഹം അതിൽ ചില പ്രധാന വാക്കുകളും വാചകങ്ങളും ഒക്കെ ഉപയോഗിച്ചു. സങ്കോചം. തീർച്ചയായിട്ടും നമ്മൾ ആ കെട്ടുപാടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് വന്നേ മതിയാവും. അത് നമ്മുടെ അതിജീവനത്തിൻ്റെ കൂടി പ്രശ്നമാണ്. ന്യായവില എന്താണ്? നമ്മൾ വിപണിയേക്കാൾ വിപണി വിലയെ കമ്പയർ ചെയ്തുകൊണ്ട് അതിലും ചെറിയൊരു 20-30% ആ ഒരു വില, അല്ലെങ്കിൽ അതാണ് നമ്മൾക്ക് വേണ്ട ന്യായവില എന്നുള്ള ആ കാഴ്ചപ്പാടിനും തിരുത്തലുകൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജൈവകർഷക സമിതിയും ഈ മേഖലയിൽ ചെറിയ ചെറിയ തുടക്കങ്ങൾ അല്ലെങ്കിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ജൈവകർഷക സമിതിയുടെ എറണാകുളം ജില്ലയിൽ 2 ഔട്ട്ലെറ്റുകൾ നമ്മൾ തുടങ്ങി. വീക്കിലി മാർക്കറ്റായി നടത്തിയിരുന്നത് കഴിഞ്ഞ ഏതാനും 8 മാസങ്ങൾ, കഴിഞ്ഞ വർഷം മുതൽ അത് സ്ഥിരം ഒരു സ്റ്റോറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. പക്ഷേ അവിടെയും ഈ സങ്കോചത്തിൻ്റെയും ന്യായവിലയുടെയൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഞങ്ങളുടെയും ആ കാഴ്ചപ്പാട് അദ്ദേഹം ഇപ്പോൾ ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞങ്ങളും അതിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലല്ലോ എന്ന് തന്നെയാണ് ഞാൻ ആ സമയത്ത് ചിന്തിച്ചത്. കാരണം കർഷകർക്ക് ഒരു ന്യായവില കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ഉൽപ്പാദന ചെലവിന് ആനുപാതികമായിട്ടൊരു വില കിട്ടണം എന്നുള്ളതിനപ്പുറം ഈ സ്ഥാപനം പറവൂർ നാട്ടുചന്ത ലാഭത്തിലേക്ക് എത്തിക്കണം എന്ന് ഇപ്പോഴും ഞങ്ങളുടെ ഒരു യഥാർത്ഥ ലക്ഷ്യബോധത്തിൽ അതിപ്പോഴും ആയിട്ടില്ല. അത് ബ്രേക്ക് ഈവനിലെങ്കിലും എത്തിക്കണം എന്നാണ് ഇപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് മാറി ഇതൊരു സംരംഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ ഈ കാഴ്ചപ്പാട് മാറണം. എങ്കിൽ മാത്രമേ നിലനിൽപ്പുണ്ടാവും. ഇപ്പോൾ ഇവിടെ കാർഷിക രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന 2 പേരുടെ അവരുടെ പരിദേവനം നമ്മൾ കേട്ടു. ചെറുപ്പക്കാർ പല ആശയങ്ങളോടുകൂടി വരുന്നവർ ഈ രംഗം വിട്ടുപോകുന്ന പലപ്പോഴും അത് ഗതികേട് കൊണ്ടാണ്. പക്ഷെ അതും അപ്പോഴും ഈ പറയുന്ന ഈ കാഴ്ചപ്പാട് നമ്മൾ തിരുത്താൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സർവൈവൽ ഉണ്ടാവുകയുള്ളൂ. അതിന് അദ്ദേഹത്തിൻ്റെയൊക്കെ, കാരണം ഇതിനു മുൻപ് നമ്മളുടെ പല സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹം ഈ 25 വർഷക്കാലം കൊണ്ട് കെട്ടിപ്പടുത്ത ആ സ്ഥാപനം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് നമ്മളുടെ തന്നെ പല വേദികളിലും അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മാറാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു പരിധിവരെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് നമ്മൾ പുറത്തു വന്നേ മതിയാവും. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു മുന്നേറ്റം സാധിക്കൂ. വേറൊന്ന്, ഇതിൻ്റെ നമ്മുടെ ലക്ഷ്മിക്കുട്ടി മാഡം പറഞ്ഞു, ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒറ്റപ്പെട്ട പല സംഭവങ്ങൾ, ഇപ്പോൾ പയ്യന്നൂർ നല്ല ഭൂമി അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ ഉള്ള സ്ഥലങ്ങളിലെടുത്താൽ നമ്മളുടെ ജൈവകർഷക സമിതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ പ്രാദേശികമായിട്ട് പല കൂട്ടായ്മകളിലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ മിക്കവാറും പേര് എല്ലാവരും ഒരേ സ്വരത്തിൽ പോകുന്നു, ഇത് നിലനിൽപ്പിന് ബുദ്ധിമുട്ടുകയാണ് എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് നമ്മുടെ ചിന്താഗതി മാറേണ്ടത്? ജൈവകർഷക സമിതി പലപ്പോഴും ഇത് ഈ വിപണനം, ജൈവകൃഷി ചെയ്യും, അതിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷേ വിപണിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സങ്കോചം വലിയൊരു പ്രശ്നമായി നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് ജൈവകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള ഒരു തിരിച്ചറിവിൽ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അതിന് പല വിധത്തിലുള്ള കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലുമുള്ള ഇത്തരത്തിലുള്ള ചില വിജയിച്ച മാതൃകകളെയൊക്കെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള
ചില ഇൻട്രാക്ഷനൊക്കെ നടത്തുകയുണ്ടായി. അതിനൊരു ചട്ടക്കൂടൊക്കെ രൂപീകരിച്ചു. പക്ഷേ പിന്നീട് അത് പ്രാവർത്തികമാക്കുന്നതിലേക്ക് എത്തിക്കുമ്പോഴും ഈ സങ്കോചം തന്നെ അവിടെ നമുക്ക് തടസ്സമായി. അപ്പോഴും കുറച്ചുകൂടി പഠിച്ചിട്ട് മതി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്കതിനുള്ള കാപ്പബിലിറ്റി ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നു. അങ്ങനെ അത് തൽക്കാലം നമ്മൾ ഫ്രീസ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ ഇനിയും വൈകിയാൽ നമ്മളുടെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ജൈവകൃഷി രംഗത്ത് നിൽക്കുന്ന ഇനിയും ഒരുപാട് പേര് ഈ രംഗത്ത് നിന്നൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ കൂട്ടായ്മ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കർഷകരുടെയും റീറ്റെയിലേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ്, ആ രീതിയിലുള്ള വിപണന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു യത്നത്തിൽ കൂടി മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്ന് ആണയിട്ട് പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. തീർച്ചയായിട്ടും ഇവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാൻ നമ്മൾ തയ്യാറാവുക. അതിന് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നിൽ അർപ്പിതമായ ചുമതലയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൽ പ്രധാന പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മളുമായിട്ട് സംബന്ധിച്ച ഈ സംരംഭത്തെ സംബന്ധിച്ച ശ്രീ ടോമി മാത്യു, അദ്ദേഹം കോഴിക്കോട് എലിമെൻറ്റ്സ് എന്ന സ്ഥാപനം, അതുപോലെ ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ സാരഥിയാണ്. ഇതിന് ഒരു ജൈവ വിപണനത്തിന് ഒരു ദിശാബോധം നൽകി വിജയിപ്പിച്ച ഒരു സ്ഥാപനത്തിൻ്റെ സംരംഭകൻ. നമ്മൾ ഇത്രയും തിരക്കുകൾക്കിടയിലും നമ്മളുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അതിനു വേണ്ടിയിട്ട് സമയം നീക്കിവെക്കുകയും ഈ ആശയങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന, നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ ഇത് നമ്മളുമായി സംവദിക്കുകയും ചെയ്ത ശ്രീ ടോമി മാത്യു അവരുടെ ജൈവകർഷക സമിതിയുടെ പേരിൽ ഹൃദ്യമായ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ശ്രീമതി ശ്രീദേവി ലക്ഷ്മിക്കുട്ടി ഒരു പകുതി മലയാളി എന്ന് വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു മാഡത്തിന്. ആദ്യമായിട്ടാണ് മാഡത്തിനെ നേരിൽ കാണുന്നത്. കോയമ്പത്തൂരിൽ ബയോബേസിക്സ് എന്നുള്ള പേരിൽ ഒരു സംരംഭം നടത്തുന്നു. ഈ രംഗത്ത് നിരവധി വർഷത്തെ, ഏകദേശം 10 വർഷം എന്ന് മാഡം തന്നെ പറഞ്ഞുവല്ലോ, അത്രയും നാളത്തെ ഒരു റിച്ച് എക്സ്പീരിയൻസ് എന്ന് ഉപയോഗിക്കണം. പക്ഷേ ആ രീതിയിലുള്ള ഒരു പ്രത്യേക, ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ പ്രധാനമായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് നിർവഹിക്കുന്നു. പരമാവധി ഇതിൻ്റെ ചിലവ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റൊക്കെ പരമാവധി കുറച്ച്, ഇതൊരു കൃത്യമായ ഒരു ബിസിനസ് ആയിട്ട് തന്നെ കണക്കിലെടുക്കുക എന്നാൽ അതോടൊപ്പം തന്നെ കർഷകരെ സപ്പോർട്ട് ചെയ്യുകയും അവർ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് വിപണനം ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ മറ്റ് മൾട്ടിനാഷണൽ കമ്പനീസും ഇന്ത്യയിലെ തന്നെ FMCG കമ്പനീസൊക്കെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ട്രേസബിലിറ്റി ഇതുപോലെ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു ട്രേസബിലിറ്റിയോടുകൂടി ചെറുകിട സംരംഭകരെയും അല്ലെങ്കിൽ ചെറുകിട കർഷകരെയും ഒക്കെ സഹായിച്ചുകൊണ്ട് അവർക്കൊരു കൈത്താങ്ങായി നിന്നുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീമതി ശ്രീദേവി ലക്ഷ്മിക്കുട്ടിക്ക് ജൈവകർഷക സമിതിയുടെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഔപചാരികയുടെ പേരിൽ മാത്രം ഈ പരിപാടിക്ക്, ഈ സെമിനാറിന് ഒരു മോഡറേറ്ററായിട്ടുള്ള നമ്മുടെ ശ്രീ KP ഇല്യാസ് ഒഫായുടെ പ്രസിഡന്റ്, ജൈവകർഷക സമിതിയുടെ എല്ലാം പലവിധ സ്ഥാനങ്ങളും വെച്ച് നമ്മളിൽ ഒരാളായി ഒരു ജൈവജീവി എന്ന് വിശേഷിപ്പിക്കേണ്ട ശ്രീ ഇല്യാസ്, അദ്ദേഹത്തിന് ഔപചാരികയുടെ പേരിൽ മാത്രം നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നെ ഈ സെമിനാറിന് സ്വാഗതം ആശംസിച്ച ശ്രീ ഫിറോസ്, അതുപോലെ ഒരു ഫിറോസും അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ചു. കൃഷിയോടൊപ്പം തന്നെ വിപണനത്തിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നല്ല രീതിയിൽ തന്നെ മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ അത്തരത്തിലുള്ളൊരു സംരംഭം നടത്തുന്ന ശ്രീ ഫിറോസിനും സമിതിയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിയാണ്. അതോടൊപ്പം ഇന്നത്തെ ഈ സെമിനാറിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരോടും ജൈവകർഷക സമിതിയുടെ പേരിലുള്ള കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.